today we'll start network theory. Okay, so ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ദിവസമാണ്. ഓക്കെ, സോ ഇന്ന് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ഈ പ്രിപ്പറേഷൻ ടിപ്സ് ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റുഡൻസ് കമ്മിറ്റ് ചെയ്തേക്കുന്ന മിസ്റ്റേക്സിൽ നിന്നും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 3 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്: listen to the classes very carefully. Okay, listen to the classes very carefully. Okay, listen to the classes very carefully and don't miss the classes. Okay, don't miss the classes. Okay, ആദ്യത്തെ ബേസിക് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതാണ്: listen to the classes very carefully. Okay, and don't rely too much on recorded videos. Okay, don't rely too much on recorded videos. Listen, recorded videos നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യും, പക്ഷേങ്കിൽ don't rely too much on recorded videos. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ you can use recorded videos in 2 cases. ആദ്യത്തേത് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് യൂസ് ചെയ്യാം. കഴിവതും നിങ്ങൾ റെഗുലർ ക്ലാസ്സസ്, അതായത് പാരലലി, അതായത് റെഗുലർ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഐഡിയൽ സിറ്റുവേഷൻ അതാണ്. ഓക്കെ, ഡോണ്ട് റിലൈ ടു മച്ച് ഓൺ റെക്കോർഡഡ് വീഡിയോസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് അവസാനം റെക്കോർഡഡ് വീഡിയോസ് അക്യുമുലേറ്റ് ചെയ്യും, പിന്നെ അത് പ്രിപ്പറേഷനെ ബാധിക്കും. റൈറ്റ്, സോ അതുകൊണ്ടാണ് റെക്കോർഡഡ് വീഡിയോസ് കഴിവതും ഡിപ്പെൻഡ് ചെയ്യേണ്ട 2 കേസസിൽ മാത്രം, നിങ്ങളുടെ പേഴ്സണൽ എമർജൻസി അതുപോലെ തന്നെ മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം റെക്കോർഡഡ് വീഡിയോസ് യൂസ് ചെയ്യുക. ഓക്കെ, പല സ്റ്റുഡൻസിൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഈ 10 വർഷത്തിൽ കുറേ പിള്ളേരുടെ അടുത്ത് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്സ് നിങ്ങളുടെ ഗേറ്റ് ജേർണിയിൽ കമ്മിറ്റ് ചെയ്യരുത്. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ പോയിന്റ്: ലിസൺ ടു ദ ക്ലാസ്സസ് വെരി വെരി കെയർഫുള്ളി ആൻഡ് ബി റെഗുലർ. ഓക്കെ, ആൻഡ് പ്ലീസ് ബി റെഗുലർ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തേത് കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, സർ കണ്ടൻറ്റ് ഇപ്പോൾ ഇത് കൂടാണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കൂടാണ്ട് വെളിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. ലിസൺ, അബ്സല്യൂട്ട്ലി നോ നീഡ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അത് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾ വെളിയിൽ നിന്ന് വേറെ കണ്ടൻറ്റ് തപ്പി പോകേണ്ട ആവശ്യമില്ല. റൈറ്റ്, വേറെ കണ്ടൻറ്റ് തപ്പി നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. റൈറ്റ്, സോ വാട്ട് എവർ വി ടീച്ച് ഈസ് മോർ ദാൻ സഫീഷ്യൻറ്റ്. ഓക്കെ, ഇത് രണ്ടാമത്തെ കാര്യം. സോ ഓൾസോ അലോങ് വിത്ത് ദിസ് വി പ്രൊവൈഡ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് കാണും, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഹോംവർക്ക് പ്രോബ്ലംസ് കാണും. ഓക്കെ, ഡെയിലി ഹോംവർക്ക് പ്രോബ്ലംസ് കാണും. സോ ഡെയിലി ഹോംവർക്ക് പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് ഒന്നും തരുന്നില്ല. നാളെ തൊട്ട് ഡെയിലി ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു PDF നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് കാണും, അതുപോലെ തന്നെ ആൻസേഴ്സ് കാണും. ഓക്കെ, ആൻസേഴ്സ് കാണും, സൊല്യൂഷൻസ് കാണത്തില്ല. ഓക്കെ, സൊല്യൂഷൻസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നോട് ചോദിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്യും. സോ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏത് സമയം വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ ഡെയിലി ഇത് തന്നെ ആയിരിക്കും. ഡെയിലി ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കിന് അന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നത്. സോ ആ ഹോംവർക്ക് പ്രോബ്ലംസ് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം. റൈറ്റ്, സോ ഇത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, മെറ്റീരിയൽസ് തരും, അതുപോലെ തന്നെ മെറ്റീരിയൽസിനകത്ത് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് തരും, അതുപോലെ തന്നെ ഹോംവർക്ക് പ്രോബ്ലംസ് തരും, പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെസ്റ്റ് സീരീസ്. ഓക്കെ, സോ കണ്ടൻറ്റ് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, അതായത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടൻറ്റ് അത് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ഉണ്ട്, ഹോംവർക്ക് പ്രോബ്ലംസ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് സെക്കൻഡ് കണ്ടൻറ്റിലെ 3 ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഞാനീ പറഞ്ഞത്. റൈറ്റ്, സോ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇയർ ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളെ ഡെയിലി പ്രിപ്പറേഷൻ റിലേറ്റഡ് ആണ്.
ഓക്കെ ഡെയിലി പ്രിപ്പറേഷൻ റിലേറ്റഡ് ആണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് റൈറ്റ്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. സോ നമുക്ക് എല്ലാവർക്കും ഉസൈൻ ബോൾട്ട് അറിയാം റൈറ്റ്, ഉസൈൻ ബോൾട്ട്. ഓക്കെ സോ ഹി ഈസ് ദ ഫാസ്റ്റസ്റ്റ് മാൻ ഓൺ ദ പ്ലാനറ്റ്. ഓക്കെ സോ നമുക്കറിയാം 100 മീറ്റർ റേസ് 9.58 സെക്കൻഡ്സിലാണ് പുള്ളിക്കാരൻ അച്ചീവ് ചെയ്തത്. ഓക്കെ 100 മീറ്റർ റേസ് 9.58 സെക്കൻഡ്സ് ആണ്. ഓക്കെ സോ അതിനർത്ഥം ഡെയിലി പുള്ളിക്കാരൻ 9.58 സെക്കൻഡ്സ് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണോ ഫൈനലിൽ 9.58 സെക്കൻഡ്സ് അച്ചീവ് ചെയ്തത്? ആണോ ഡെയിലി 9.58 സെക്കൻഡ്സ് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണോ? യെസ് ഓ നോ? ഡെയിലി 9.58 സെക്കൻഡ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലിൽ 9.58 സെക്കൻഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഓഡിബിൾ ആണോ? ഞാൻ എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ സോ 9.58 സെക്കൻഡ്സ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ റെക്കോർഡ്. ഓക്കെ 9.5 ഡെയിലി ഇയർ ലോങ് 9.58 സെക്കൻഡ്സ് പ്രാക്ടീസ് ചെയ്താൽ 9.58 സെക്കൻഡ്സ് ഫൈനലിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല റൈറ്റ്. സോ അതിന് പുള്ളിക്കാരൻ എന്തായിരിക്കും ചെയ്തത്? ഇയർ ലോങ് എന്തായിരിക്കും ചെയ്തത്? ഫസ്റ്റ് പുള്ളിക്കാരൻ്റെ ആക്ടിവിറ്റീസ് പ്രയോറിറ്റൈസ് ചെയ്തതാണ്. ഓക്കെ അതായത് കുറച്ച് സമയം ജിമ്മിൽ, കുറച്ച് സമയം ഫീൽഡിൽ, 4 to 5 hours ഫീൽഡിൽ, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഡയറ്റ് റൈറ്റ്. സോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തു റൈറ്റ്. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തു റൈറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്തു റൈറ്റ്. പ്രയോറിറ്റൈസ് ചെയ്തു, പ്ലാൻ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു റൈറ്റ്. സോ ഇത് ഡെയിലി 9.58 സെക്കൻഡ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലിൽ 9.58 സെക്കൻഡ്സ് എത്തത്തില്ല റൈറ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇയർ ലോങ് പ്രിപ്പറേഷൻ ആയിരുന്നു റൈറ്റ്. അതുപോലെ തന്നെ നോക്കിക്കേ, നമ്മുടെ ഗേറ്റ് എക്സാം അടുത്ത വർഷം, അതായത് ഫെബ് ഫസ്റ്റ് വീക്കെൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫെബ് 3rd 2024 നിങ്ങൾക്ക് ഗേറ്റ് എക്സാം വരുന്നത്. ഓക്കെ സോ 3 hour ഡ്യൂറേഷൻ ഉള്ള ഒരു എക്സാം ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള അതാണ് നിങ്ങളുടെ ഗേറ്റിൽ നിങ്ങൾ ഫൈനൽ ഇയർ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കിന് നിങ്ങൾക്കൊരു ബിലോ 100 റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർ ലോങ്, അതായത് നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം റൈറ്റ്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം റൈറ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു ഈ മൂന്നാമത്തെ ടിപ്പിന് ഞാൻ ഒരു 5 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. സോ ഡെയിലി പ്രിപ്പറേഷൻ റിലേറ്റഡ് ആണ് റൈറ്റ്. സോ ഐ എം ആസ്കിങ് യു ടു ഡിവോട്ട് ഓൺലി 2 hours. ഓക്കെ 2 മണിക്കൂർ. ഓക്കെ 2 hours per day. ഓക്കെ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഡെയിലി 2 hours. ഓക്കെ സോ ഈ 2 hours എന്ന് പറയുമ്പോഴത്തേക്കിന് ക്വാളിറ്റി ടൈം ആയിരിക്കണം. അതായത് ഈ 2 hours നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതായത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ്റെ പുറകിൽ പോയിട്ട് നിങ്ങളുടെ സമയം കളയരുത്. ഓക്കെ ഈ 2 hours നിങ്ങൾ ഡിവോട്ട് ചെയ്യുന്ന ഈ 2 hours കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം റൈറ്റ്. ചിലപ്പം നിങ്ങൾക്ക് ഈ 2 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യുമുലേറ്റീവായിട്ട് ഒരു ദിവസത്തിൽ സേ നിങ്ങളിപ്പോൾ കോളേജിലും കൂടി പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹാഫ് ആൻ അവർ അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ സെഷൻസ് ആണ് കിട്ടുന്നതുണ്ടെങ്കിൽ ആ ഹാഫ് ആൻ അവർ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന അത്രയും സമയം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം റൈറ്റ്. സോ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. ഓക്കെ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. സോ 2 hours. ഓക്കെ ഈ 2 hours എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ ഈ 2 hours നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ലിസൺ ടു ദിസ് വെരി വെരി കെയർഫുള്ളി. ഓക്കെ സോ ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്ലാസ് ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ഓക്കെ റീവിസിറ്റ് ചെയ്യണം. ഓക്കെ ക്ലാസ്, അതായത് 2 hours ഫസ്റ്റ് 15 minutes നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് റീവിസിറ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് റീവിസിറ്റ് ചെയ്യുന്നത്? അതായത് ക്ലാസ് നോട്ട്സ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണോടിച്ച് പോകലാണോ? അല്ല റൈറ്റ്. റീവിസിറ്റ് ചെയ്യുന്ന അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു റഫ് നോട്ട്സ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് എല്ലാം അടച്ചു വെച്ചിട്ട് റഫ് നോട്ട്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക, നോക്കാതെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ പേപ്പറിലോട്ട് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ സോ അവിടെ നിങ്ങൾ ക്ലാസ് റീവിസിറ്റ് ചെയ്യുവാണ്. ഓക്കെ സോ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് റൈറ്റ്. സോ അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് നേരിട്ട് എന്നെ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ സോ ആദ്യത്തെ 15 minutes റീവിസിറ്റ് ചെയ്യണം റൈറ്റ്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ആ ടോപ്പിക് റിലേറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഹോംവർക്ക് പ്രോബ്ലംസും എന്നും ഹോംവർക്ക് പ്രോബ്ലംസ് കാണും. അത് PDF ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. സോ അത് സോൾവ് ചെയ്യണം. ഓക്കെ, സോ ഈ 2 hours ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2 hours ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം ക്ലാസ് അന്നന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് ഒന്ന് പെട്ടെന്ന് റീവിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഹോംവർക്ക് പ്രോബ്ലംസും സോൾവ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഡെയിലി 2 hours നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ Day 1 ചെയ്തു. ഓക്കെ, Day 2 വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞേ. Day 2 വരുമ്പോഴത്തേക്കിന് ആദ്യത്തെ 15 minutes, ഓക്കെ, ആദ്യത്തെ 15 minutes അതായത് Day 1 എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊന്ന് റിവൈസ് ചെയ്യണം. എന്നിട്ട് ബാക്കി സമയം ഡെയിലി, അതായത് അന്നത്തെ ക്ലാസ് റിവിസിറ്റ് ചെയ്യുക, എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഹോംവർക്ക് പ്രോബ്ലംസും. റൈറ്റ്, സോ ഇതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു 2020. ഓക്കെ, 2020 GC തൃശ്ശൂർ. ഓക്കെ, GC തൃശ്ശൂർ 9 pointer ആയിരുന്നു. ഓക്കെ, 9 pointer സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ 2020 ജൂണിൽ SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഞാൻ ക്ലാസ് എടുത്തു. ഓക്കെ, സോ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഒരു കാര്യം ഒഴിച്ച് അതായത് റിവിഷൻ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, 9 pointer നിങ്ങൾ ആലോചിക്കണം, 9 pointer ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് അതായത് അന്നത്തെ ക്ലാസ് എല്ലാം അതായത് റിവിസിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൂടാണ്ട് അന്നത്തെ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ആ വീക്കെൻഡിൽ ടെസ്റ്റ് സീരീസ് സോൾവ് ചെയ്യും. ടെസ്റ്റ് സീരീസിൽ നല്ല മാർക്കും കിട്ടുമായിരുന്നു. ഓക്കെ, സോ ജൂണിൽ ഞാൻ SSD കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ പാരലലി തന്നെ ആളും SSD ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ SSD വീണ്ടും എടുക്കുന്നത് December 2020 അതായത് ഫെബ്രുവരിയിലാണ് എക്സാം. December 2020 വീണ്ടും SSD വീണ്ടും എടുക്കുന്നത്. റൈറ്റ്, സോ SSD വീണ്ടും എടുത്തപ്പോഴത്തേക്കിന് ആൾക്ക് കോൺസെപ്റ്റ്സ് എല്ലാം മറന്നുപോയ ഒരു ഫീലായിരുന്നു. അതായത് ഒന്നും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ റിവിഷൻ ഇല്ലായിരുന്നു. റൈറ്റ്, സോ റിവിഷൻ. ഓക്കെ, അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡിസംബറിൽ ഇവിടെ ജൂണിൽ എത്രയും സമയം സ്പെൻഡ് ചെയ്തോ അത്രയും സമയം തന്നെ ഡിസംബറിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ആക്ച്വലി ഡിസംബർ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്ട്സിൻ്റെയും റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യുന്ന സമയമാണ്. ഫുൾ ലെങ്ത് മോക്ക് എഴുതുന്ന സമയമാണ്. ഓക്കെ, സോ ഈ റിവിഷൻ ഇല്ലാത്ത കാരണം ജൂണിൽ സ്പെൻഡ് ചെയ്ത ഏകദേശം അതേ സമയം ഡിസംബറിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. റൈറ്റ്, ഇതാണ് റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ Day 1 പഠിച്ചത് Day 2 വരുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ക്യുമുലേറ്റീവ് റിവിഷൻ. ഓക്കെ, ക്യുമുലേറ്റീവ് റിവിഷൻ പലതരത്തിലുള്ള റിവിഷൻ ടെക്നിക്സ് ഉണ്ട്. ഞാൻ ടു സ്റ്റാർട്ട് വിത്ത് ഞാൻ സിമ്പിൾ ഇതേ പറയുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തേത് ലിസൺ ടു ദ ക്ലാസ്സസ് വെരി കെയർഫുള്ളി. ഓക്കെ, ആൻഡ് പ്ലീസ് ബി റെഗുലർ. ഓക്കെ, സോ രണ്ടാമത്തെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തായിരുന്നു. അതായത് ഡോണ്ട് റിലൈ ടു മച്ച് ഓൺ യുവർ റെക്കോർഡഡ് വീഡിയോസ്. ഓക്കെ, പേഴ്സണൽ എമർജൻസി, മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം റെക്കോർഡഡ് വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്യുക. ലിസൺ, അതിനകത്ത് നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് തരുത്തില്ല, അങ്ങനല്ല. റെക്കോർഡഡ് വീഡിയോസ് പാരലലി തരും, പക്ഷേങ്കിൽ ഡോണ്ട് റിലൈ ടു മച്ച് ഓൺ റെക്കോർഡഡ് വീഡിയോസ്. ഓക്കെ, രണ്ടാമത്തേത് ഡോണ്ട് വറി അബൌട്ട് യുവർ കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് വാട്ട് എവർ വി ടീച്ച് ഇൻ ക്ലാസ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ്. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തേത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കണ്ടന്റും കൂടി അഡീഷണലി തരും. മെറ്റീരിയൽസും ഹോംവർക്കും ടെസ്റ്റ് സീരീസും നിങ്ങൾ വേറെ എവിടെയും വെളിയിൽ കണ്ടന്റ് തപ്പി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, മൂന്നാമത്തേത് ഡെയിലി പ്രിപ്പറേഷൻ. ഓക്കെ, ഡെയിലി പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഡെയിലി 2 hours. ഓക്കെ, ഡെയിലി 2 hours. ഓക്കെ, 2 മണിക്കൂർ മതി. കാരണം നമ്മൾ ഇത്രയും ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഡെയിലി പ്രിപ്പറേഷൻ്റെ അവിടെ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രയോറിറ്റൈസ്, പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ചലഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാരലലി നിങ്ങളുടെ റെഗുലർ കോഴ്സ് വർക്കും കോളേജിൽ പോകണം. അപ്പോൾ റെഗുലർ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് അതൊരു ചലഞ്ചാണ്. ഓക്കെ, ഇമ്പോസിബിൾ ടാസ്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വൈഷ്ണവ് ഓൾ ഇന്ത്യ 5th ആയിരുന്നു. ഓക്കെ, എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. 2022 ഇവർ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും, അതായത് അശ്വിൻ, GC തൃശ്ശൂർ അശ്വിൻ, ഓക്കെ, ഓൾ ഇന്ത്യ 20. ഓക്കെ, കഴിഞ്ഞ വർഷം 2022. ഓക്കെ, ഇവർ രണ്ടുപേരും 3rd ഇയറിൽ പ്രിപ്പറേഷൻ തുടങ്ങി ഫൈനൽ ഇയറിൽ ഗേറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാരാണ്. ലൈഫിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇവർ ഗേറ്റ് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അവരുടെ റാങ്കാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ 5th ഓൾ ഇന്ത്യ 20. റൈറ്റ്, വേറെ അവർ ലിസൺ
അവർ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. റൈറ്റ്? സോ ലിസൺ ടു അവർ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് ട്രൈ ടു എക്സിക്യൂട്ട് ദം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇനി ഞാൻ ഒത്തിരി ഡിലേ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇനി ഓക്കെ, മനു സാർ ഇന്നലെ ജസ്റ്റ് നമുക്ക് ആ ഗേറ്റിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഓക്കെ, ഗേറ്റ് എക്സാം പാറ്റേൺ പറഞ്ഞായിരുന്നു. അതായത് 3 hour ഡ്യൂറേഷനാണ്. ഓക്കെ, 100 mark എക്സാം ആണ്. ഓക്കെ, 100 marks 3 hour ഡ്യൂറേഷനാണ്. ഓക്കെ, ഈ 100 marksൽ നോക്കിക്കോണം, ഈ 100 marks, ഓക്കെ, ഈ 100 marks ആൻഡ് വി ഹാവ് 65 questions. ഓക്കെ, സോ 65 questions ഉണ്ട്. 65ൽ 55 questions നമുക്ക് ടെക്നിക്കലിലും 10 questions നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡുമാണ്. ഓക്കെ, 10 questions ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഈ 55ൽ 25 questions 1 മാർക്കും 30 questions 2 മാർക്കുമാണ്. അതുപോലെ തന്നെ ഈ 10 questionsil 5 എണ്ണം 1 മാർക്കും 5 എണ്ണം 2 മാർക്കുമാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പാറ്റേൺ. ഓക്കെ, ഇതാണ് എക്സാം പാറ്റേൺ ആണ്. റൈറ്റ്? സോ നോക്കിക്കോണം, ഇത് 60 + 25 ടോട്ടൽ 85. ഇത് നോക്കിക്കേ 5 + 10 15. സോ ടോട്ടൽ ടുഗെദർ 100 marks. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അഥവാ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഹൗ ദ മാർക്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ ഈ 100 മാർക്കിൽ ഞാൻ ഇനിയിപ്പം സബ്ജക്റ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ 100 മാർക്കിൽ ശ്രദ്ധിക്കണം, നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് മാത്സ്. ഓക്കെ, ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് 15 പ്ലസ് മാത്സിന് 13. സോ ടുഗെദർ ഇറ്റ് ഈസ് 28. റൈറ്റ്? സോ ബാക്കി 100 - 28 72 marks ആണ് ടെക്നിക്കൽ. ഓക്കെ, 72 marks ആണ് ടെക്നിക്കൽ, 28 marks ആണ് നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് മാത്ത്. ലിസൺ, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് മിസ് ചെയ്യല്. ഓക്കെ, ഇത് മിസ് ചെയ്യല്. നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സെക്ഷൻ പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കരുത്. ഏറ്റവും നല്ലത് ഓക്കെ, ഗേറ്റ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എങ്ങനെയാണ് ഈ 28 marksൽ മോർ ദാൻ 25 marks എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുള്ളത് ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ് ഈസ് ഈസി ടു സ്കോർ മോർ ദാൻ 25 marks. റൈറ്റ്? അതുപോലെ തന്നെ ഈ 72 marksൽ നോക്കിക്കേ, ഈ 72 marksൽ ഇറ്റ് ഈസ് ഈസി ടു സ്കോർ 45. നോക്കിക്കേ, ഞാൻ വലിയ ഫാൻസി നമ്പർ ഒന്നും അല്ല പറയുന്നത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. റൈറ്റ്? 45 + 25, സോ ഈസിലി 70 marks. സോ ഈസിലി 70 marks സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ആർ അണ്ടർ 100. ഓക്കെ, യു ആർ അണ്ടർ 100. ഓക്കെ, സോ ഇതായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഞാൻ വരും ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ടെക്നിക്കൽ സബ്ജക്ട്സ്, ഇത് നെറ്റ്വർക്ക്സ്. ഓക്കെ, നെറ്റ്വർക്ക്സിൽ ഈ 72 marksൽ നെറ്റ്വർക്ക്സിൻ്റെ വെയിറ്റേജ് എത്രയാണെന്നുള്ളത് നോക്കാം. സോ നെറ്റ്വർക്ക്സിൻ്റെ വെയിറ്റേജ് വന്നിട്ട് നോക്കിക്കുക, മിനിമം 8 marks ടു മാക്സിമം 12 marks. ഓക്കെ, ഓരോ എക്സാം, അതായത് കഴിഞ്ഞ 30 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 8 mark, മാക്സിമം 12 mark വരെ പോയിട്ടുണ്ട്. റൈറ്റ്? ഓൾസോ നെറ്റ്വർക്ക് തിയറി ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ സബ്ജക്ട്സ്. ഓക്കെ, മോസ്റ്റ് സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ സബ്ജക്ട്സ്. ലിസൺ, നെറ്റ്വർക്ക്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നെറ്റ്വർക്ക്സ് ഈസ് ഓൾ അബൌട്ട് സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസൺ, ഇറ്റ് ബിക്കംസ് വെരി സിമ്പിൾ ടു സ്റ്റഡി അനലോഗ് ഇലക്ട്രോണിക്സ്. റൈറ്റ്? സോ നെറ്റ്വർക്ക് തിയറിയിൽ നിങ്ങൾക്ക് എത്ര കമാൻഡ് ഉണ്ടോ അത് നിങ്ങളുടെ അനലോഗ് ഇലക്ട്രോണിക്സ് പഠിക്കാനായിട്ട്, അത് അനലോഗ് ഇലക്ട്രോണിക്സ് അത്രത്തോളം സിംപ്ലിഫൈ ആവും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു, നെറ്റ്വർക്ക് തിയറി ഈസ് ഓൾ അബൌട്ട് സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ്. റൈറ്റ്? സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ് ആണ്. സോ ആ ടെക്നിക്സിൽ നിങ്ങൾക്ക് നല്ല കമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സ് വളരെ 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 എളുപ്പമായിരിക്കും. റൈറ്റ്? സോ 8 to 12 marks ആണ്. ഓക്കെ, 8 to 12 marks ആണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, 8 to 12 marks. ഓക്കെ, നൗ സോ ഇതിനകത്തിൽ നെറ്റ്വർക്ക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്, ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ റഫായിട്ട് നെറ്റ്വർക്ക്സിലെ ടോപ്പിക്സ് ഞാൻ എഴുതി കാണിച്ചു തരാം. അതിനകത്തിൽ നമ്മൾ ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ ബേസിക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ ബേസിക്സ് ആണ്. ഓക്കെ, രണ്ടാമത്തേത് തിയറംസ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ബേസിക്സ്, തിയറംസ്, അതുപോലെ തന്നെ തേർഡ് ഈസ് ട്രാൻസിയൻസ്, fourth is steady state AC, fifth is two-port networks, and sixth is magnetically coupled circuits.
ഓക്കെ. സോ ഞാൻ ക്ലാസ് അങ്ങോട്ടേക്ക് തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഈ സ്പീഡ് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. സോ ഇതാണ് നമുക്ക് നെറ്റ്വർക്സിലുള്ള ടോപ്പിക്സ് ഇതാണ്. ഓക്കെ, നെറ്റ്വർക്സിലുള്ള ടോപ്പിക്സ് ഇതാണ്. സോ ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓരോന്നും ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ ബേസിക്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ബേസിക്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ലെസൺ വെരി 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 ഇമ്പോർട്ടൻറ്റ് ലെസൺ. ഐ വിൽ ഡിവോട്ട്, അതായത് ഈ ഇത്രയും ടോപ്പിക്സിൽ ഐ വിൽ ഡിവോട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ടീച്ചിങ് ബേസിക്സ്. റൈറ്റ്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്സിൽ നിങ്ങൾ ഓക്കെ ആകുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റഡി സ്റ്റേറ്റ് എ സി അനാലിസിസ് സിമ്പിൾ ആവും. റൈറ്റ്? സോ കാരണം ഡി സിയിൽ പഠിക്കുന്ന, അതായത് ഡി സി സർക്യൂട്ട്സിൽ പഠിക്കുന്ന സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സും എ സിയിൽ പഠിക്കുന്ന സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സും സെയിം ആണ്. റൈറ്റ്? സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യും. ഓക്കെ. സോ ആദ്യം ബേസിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. സോ ആദ്യം I'll start with Ohm's law. ഓക്കെ, I'll start with Ohm's law. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം പറയായിരുന്നു. നെറ്റ്വർക്ക്സ് ഇസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ സബ്ജക്ട്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. സോ ഇത് കേൾക്കുമ്പോൾ ലിസൺ, ഏറ്റവും കൂടുതൽ, അതായത് സ്റ്റുഡൻസ് അത്യാവശ്യം, ഓക്കെ, ഏറ്റവും കൂടുതലല്ല, അത്യാവശ്യം സപ്ലി അടിക്കുന്ന സബ്ജക്റ്റും ഇത് തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം സപ്ലി അടിക്കുന്ന സബ്ജക്റ്റും ഇത് തന്നെയാണ്. സോ ലിസൺ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സബ്ജക്റ്റിനോട് എന്തെങ്കിലും പേടി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ്, അതായത് നെറ്റ്വർക്ക് തിയറി ഫുൾ കോഴ്സ് തീരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആ മെൻ്റൽ ബ്ലോക്ക് എല്ലാം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. റൈറ്റ്? സോ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ പല റീസൺസ് കാണും. അതിനകത്തിലെ ബേസിക് ആൻഡ് ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസീവ് സൈൻ കൺവെൻഷൻ. റൈറ്റ്? സോ പ്രോബ്ലം സോൾവിങ്ങിൽ സ്റ്റുഡൻസ് ഓഫൻ മേക്ക് മിസ്റ്റേക്ക് ഇൻ മാർക്കിംഗ് ദ പൊലാരിറ്റീസ് റോങ്. ഓക്കെ. സോ ഒന്ന് പൊലാരിറ്റീസും ഒന്ന് കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, പൊലാരിറ്റീസ്, വോൾട്ടേജ് പൊലാരിറ്റീസും അതുപോലെ തന്നെ കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, വോൾട്ടേജ് പൊലാരിറ്റീസും കറണ്ട് ഡയറക്ഷൻ, വോൾട്ടേജ് പൊലാരിറ്റീസ് ആൻഡ് കറണ്ട് ഡയറക്ഷൻ. റൈറ്റ്? ഇവിടെയാണ് പിള്ളേർ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് പൊലാരിറ്റീസ് ആൻഡ് കറണ്ട് ഡയറക്ഷൻ. സോ അതുകൊണ്ട് ഞാൻ ലിസൺ, ഇവിടെ ഓംസ് ലോ പഠിപ്പിച്ച് പാരലലി ഞാൻ പാസീവ് സൈൻ കൺവെൻഷനിലോട്ട് വരും. ഓക്കെ, പാസീവ് സൈൻ കൺവെൻഷൻ. ഓക്കെ. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് അവർ ഫസ്റ്റ് ക്ലാസ് ഈസ് ടു മാസ്റ്റർ ദിസ് വൺ, പാസീവ് സൈൻ കൺവെൻഷൻ. കാരണം ഇത് നിങ്ങൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സ്, ഓക്കെ, കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സിൻ്റെ റേറ്റ് വളരെ 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 കുറയും. റൈറ്റ്? അതായത് നിങ്ങൾ പ്രോപ്പർലി വോൾട്ടേജ് പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുകയാണ്, പ്രോപ്പർലി കറണ്ട് ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുവാണ്. റൈറ്റ്? സോ ഇത് രണ്ടും ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ കറക്റ്റാണ്. റൈറ്റ്? ബാക്കി നിങ്ങൾ നമ്പേഴ്സ്, ഓക്കെ, നമ്പേഴ്സ് ജസ്റ്റ് അരിത്തമെറ്റിക് നിങ്ങൾ ഓക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതാണ് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ്. വോൾട്ടേജ് പൊലാരിറ്റീസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യൽ, കറണ്ട് ഡയറക്ഷന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യൽ. റൈറ്റ്? സോ അതുകൊണ്ട് ഞാൻ ഇതിന് ഏറ്റവും നോക്കിക്കേ 3 സ്റ്റാർ 4 സ്റ്റാർ ഇടുവാണ്. ഓക്കെ, 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് പാസീവ് സൈൻ കൺവെൻഷൻ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് ഇത് കഴിയുമ്പോഴത്തേക്കിന് KCL പ്ലസ് KVL. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കിന് നോക്കിക്കേ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ് ആണ്. ഇത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓംസ് ലോ, KCL, KVL എല്ലാം ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലെസൺ ദ മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി. ഏതൊക്കെയാണ് പറഞ്ഞേ? മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി പറഞ്ഞേ. ഞാൻ പറഞ്ഞു സർക്യൂട്ട് സോൾവിങ് ടെക്നിക്സ് ആണെന്ന് പറഞ്ഞു. ഏതാണ്? വിച്ച് ആർ ദ 2 മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി? സർക്യൂട്ട് പറഞ്ഞേ, കമൻറ്റ് സെക്ഷനിലൊന്ന് ഇട്ടേ. 2 മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് പറഞ്ഞേ. 2 മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ്. അല്ല, സൂപ്പർ പൊസിഷൻ, ലിസൺ, ദാറ്റ്സ് എ തിയറം. ഓക്കെ, ദാറ്റ്സ് എ തിയറം. 2 മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് ടു സോൾവ് എനി സർക്യൂട്ട് പറഞ്ഞേ. ഏത്? നോഡൽ ആൻഡ് മെഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. റമീസ, വെരി ഗുഡ്. കൃഷ്ണപ്രിയ, ഓക്കെ. സിദ്ധാർത്ഥ്, ഓക്കെ. മെഷ് ആൻഡ് നോഡൽ. ഓക്കെ, ലിസൺ. ഓക്കെ, സോ nodal analysis and mesh analysis. Okay, nodal analysis and mesh analysis are the 2 most powerful techniques. Okay, are the 2 most powerful techniques to solve any circuit. Okay, so നമുക്ക് ഇത് നിങ്ങൾ പക്കയാവുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് തിയറിയിലെ more than 50%, ഓക്കെ, more than 50% ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നോഡൽ ആൻഡ് മെഷ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദീസ് 2 ആർ ദ മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി ടു സോൾവ് എനി സർക്യൂട്ട്.
ഓക്കെ, നമ്മൾ അനലോഗിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കൂടുതലും നോഡലും മെഷും തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ ആൻഡ് കറണ്ട് ഡിവിഷൻ, കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ. ഓക്കെ, കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ. അത് ഓക്കെ ഇതിന് മുന്നേ ഐ ഫൊഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് വൺ തിങ്. എന്താണ്? നമ്മുടെ നെറ്റ്വർക്ക് ഫാമിലി. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് ഫാമിലി, അതായത് നമ്മൾ ഈ ത്രൂ ഔട്ട് ദ എൻറ്റയർ കോഴ്സ്, റൈറ്റ്, വിൽ ബി ഡീലിംഗ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് നെറ്റ്വർക്ക് ഫാമിലി. ക്യാൻ യു ലിസ്റ്റ് ദം? ദ മെമ്പേഴ്സ് ഓഫ് നെറ്റ്വർക്ക് ഫാമിലി ആരൊക്കെയാണ്? നെറ്റ്വർക്ക് ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് നമുക്ക് പറഞ്ഞേ. നെറ്റ്വർക്ക് ഫാമിലിയിൽ നിങ്ങൾ നെറ്റ്വർക്ക്സ് പഠിച്ചതല്ലേ? സോ അല്ല നെറ്റ്വർക്ക് ഫാമിലിയിൽ അല്ലല്ല അക്ഷയ്, അങ്ങനല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ദിൽഷ, passive and active devices, capacitor. Listen, network family I'll introduce you voltage source, current source. Very good Arun. Okay, voltage source undu, current source undu, and we also have endakeyana, which elements do we have? Which elements do we have? Very good Swati, very good. Resistor, capacitor and inductor, right? Resistor, capacitor and inductor. Okay, so these are the members of our network family, and we nokike the entire network theory idu angu last class ettunadam vare will be dealing with these members. Okay, voltage source, current source, resistor, capacitor and inductor, right? So idu nammade passive sign convention കഴിയുമ്പോൾ തന്നെ I'll start a network family. Okay, and I'll tell the properties of these network elements using a story. Okay, through a story. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആദ്യം ബേസിക്സിൽ പഠിക്കുന്നത്. അലോങ് വിത്ത് ദിസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ, ഓൾസോ വി ഹാവ് സോഴ്സ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, സോഴ്സ് ട്രാൻസ്ഫർമേഷൻ ഉണ്ട്, അതുകൂടാണ്ട് നമുക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫർമേഷൻ. Okay, star delta transformation. Okay, so this are the topics that we are going to learn in basics. Okay, ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അതായത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലെക്ചറിൻ്റെ ഫ്ലോ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മളെ വീഡിയോസിൻ്റെ ഫ്ലോ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ആദ്യം ക്ലാസ്സസ് നോക്കിക്കോണം. ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഓംസ് ലോ പഠിക്കുന്നതിൻ്റെ പാരലലി തന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം I'll conclude passive sign convention. Okay, so passive sign convention, as I told you, it is very important. Okay, and then network family, then KCL and KVL. So ഇത് നമ്മുടെ circuit solving techniques ആണ്. Okay, Ohm's law. Okay, നമ്മുടെ KCL KVL നിങ്ങൾ ഓൾറെഡി ഹൈസ്കൂൾ ഫിസിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ വിൽ റീവിസിറ്റ് ദം വൺസ് അഗെയിൻ. ഓക്കെ, സോ ഇത് രണ്ടും, അതായത് നിങ്ങളുടെ ഓംസ് ലോ, KCL KVL പക്കയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ലേൺ നോഡൽ ആൻഡ് മെഷ് അനാലിസിസ്. ആൻഡ് ഞാൻ പറഞ്ഞു, നോഡൽ ആൻഡ് മെഷ് അനാലിസിസ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദ നെറ്റ്വർക്ക് പ്രോബ്ലംസ് യു ക്യാൻ ഈസിലി സോൾവ് ദം. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് സർക്യൂട്ട് സോൾവിംഗ് ടെക്നിക്സ് ആണ്. സർക്യൂട്ട് സിംപ്ലിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. കറന്റ് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ, സോഴ്സ് ട്രാൻസ്ഫർമേഷൻ, സ്റ്റാർ ഡെൽറ്റ. ഓക്കെ, കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ബേസിക്സിനകത്തിലെ ടോപ്പിക്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞോ? യെസ് ഓർ നോ? പെട്ടെന്നൊന്ന് കോപ്പി ചെയ്തോളൂ. ഓക്കെ, listen, so I'll start the subject with a very basic question. Okay, ഇത് ഗേറ്റ് 2022 ഓക്കെ, ഗേറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് 126 കിട്ടിയതിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റിന് ബാർക്ക് ഇൻ്റർവ്യൂ, അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ. ഓക്കെ, സാധാരണ ബാർക്കിലും ഇസ്രോയിലും ഒക്കെ ഇൻ്റർവ്യൂസ് നടക്കുമ്പോഴത്തേക്കിന് ആദ്യം നമ്മളോട് അവർ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ചോദിക്കും. ഓക്കെ, സോ ആൾ പറഞ്ഞത് നെറ്റ്വർക്ക്സ് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നെറ്റ്വർക്ക്സിൽ ചോദിച്ചപ്പോഴത്തേക്കിന് ബാർക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ നടന്ന ദിസ് ഇസ് സംതിങ് വിച്ച് ഹസ് ഹാപ്പൻ. ഓക്കെ, സോ ബാർക്കിൽ അവർ നെറ്റ്വർക്ക്സിൽ ആദ്യത്തെ ബേസിക് ചോദ്യം ചോദിച്ചത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എനിവൺ? EMF and potential difference. EMF and potential difference. What is the difference between EMF and potential difference? Very basic. Parne? Anyone? Listen, answer. അതായത് ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞ ആൻസർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ EMF and potential difference both are same എന്നാണ് പറഞ്ഞത്.
okay, EMF and potential difference both are same എന്നാണ് പറഞ്ഞത്. Is that true? Is that true? EMF and potential difference, are they same? No. Okay, എല്ലാവരും no എന്ന് പറയുന്നുണ്ട്. Okay, then define what is EMF and what is potential difference. What is EMF and what is potential difference? What is EMF and what is potential difference? Okay, EMF can exist. Abin പറയുന്നത് okay, EMF can exist when no current flows. Okay, EMF can exist when no current flows. Okay, നമുക്ക് നോക്കാം. നമുക്ക് listen, any other answers? Any other answers? EMF and potential difference. Any other answers? എല്ലാവരും നോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് നോ? ഓക്കെ, ലിസൺ. സോ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഓക്കെ, ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഈ എക്സാമ്പിളിൽ ഐ വിൽ കൺസിഡർ 2 കേസസ്. ഓക്കെ, എക്സാമ്പിളിൽ ഐ വിൽ കൺസിഡർ 2 കേസസ്. ശ്രദ്ധിക്കണം. ഇതിനകത്തിൽ സേ ഫോർ എക്സാമ്പിൾ ഐ വിൽ കൺസിഡർ 2 ജാർസ്. ഓക്കെ, 2 ഗ്ലാസ് ജാർസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, 2 ഗ്ലാസ് ജാർസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് jar is completely filled with water. Okay, the first jar is completely filled with water. Listen to this very careful. Okay, listen. ഇത് നാളെ നിങ്ങളുടെ ഹൈസ്കൂൾ, അതായത് അടുത്തുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് വന്ന് ചോദിക്കുവാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ EMF and potential difference? Okay, so you have to justify your answer. Okay, listen to this very carefully. Listen, this is the interview question. Okay, interview question ആണ്, ബാർക്കിൽ ചോദിച്ച interview question ആണ് ഇത്. Okay, so listen to this very carefully. So case number 1. So in the example, so I am going to consider 2 cases. So first case ഇതാണ്. In the നോക്കിക്കേ, 2 ജാർ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ജാറിൽ it is completely filled with water. Okay, it is completely filled with water, and the second jar is empty. Okay, second jar is empty. Okay, second jar le vella onnu illa, right? So therefore in the first jar this is the water level. Okay, this is the water level, and in the second jar there is no water, right? So obviously nokike there is water level difference. Okay, there is water level difference. So water level difference I'll show it with the letter D. Okay, so water level difference ഉണ്ട്. ആദ്യത്തേൽ ഇതാണ് water level, രണ്ടാമത്തേൽ ഇതാണ്. So there is finite water level difference. Okay, so this is not equal to 0, right? This is not equal to 0. Now ഇനി ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. So I am going to connect these 2 jars using a pipe. These 2 jars using a pipe. Okay, I am going to connect these 2 jars using a pipe, right? So രണ്ട് ജാർസിനും ഹോൾസ് ഡ്രില്ല് ചെയ്തു, എന്നിട്ട് ഞാൻ നോക്കിക്കേ, I am going to connect these jars using a pipe, right? So what happens? Obviously what happens? എന്താ സംഭവിക്കുന്നത്? സോ ഞാൻ കോണ്ടെക്സ്റ്റ് തന്നു, പറഞ്ഞേ. ഒരു ജാറിൽ സേ ആദ്യത്തെ ജാറിൽ യു ഹാവ് കംപ്ലീറ്റ്ലി വാട്ടർ. ഓക്കെ, 90% completely filled with water, and in the second jar there is no water, and I have connected 2 jars using a pipe. പറഞ്ഞേ എന്താ സംഭവിക്കുന്നത്? Will the water flow from jar 1 to jar 2? Yes or no? Audible ആണോ ഞാൻ? Audible ആണോ? Okay, obviously, right? So since there is finite water level difference, എന്താണ് സംഭവിക്കുന്നത്? water will flow from jar 1 to jar 2, right? So jar 1ൽ നിന്ന് jar 2ലോട്ട് ഈസി ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യും, because there is finite water level difference, right? Finite water level difference, right? So from this I am going to give you the first conclusion. So ആദ്യത്തെ conclusion എന്താണ് നോക്കിക്കേ. So നോക്കിക്കേ, for the water to flow, അതായത് for the water to flow എന്താണ് conclusion? എന്താണ് വേണ്ടിയത്? For the water to flow എന്താണ് വേണ്ടിയത്? For the water to flow എന്താണ് വേണ്ടിയത്? പറഞ്ഞേ. For the water to flow, the water level difference should be, water level difference 0 ആണോ non zero ആണോ? 0 ആണോ non zero ആണോ? Water level difference should be greater than 0, or simply it should not be equal to 0, right? So water flow ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ the water level difference should be non-zero. Okay, this is conclusion number 1, right? Now അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം എന്താണ്? So how long does the water continue to flow? How long does the water continue to flow? How long does the water continue to flow? പറഞ്ഞേ.
how long does the water continue to flow? Until the water level difference becomes 0. Right? അതായത് ശ്രദ്ധിക്കണം. So this is jar 1 and this is jar 2. The water continues to flow. The water continues to flow until നോക്കിക്കേ, so until the water in both the jars become equal. Right? So ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ there is no flow. Okay, ഈ കേസിൽ there is no flow. ഈ കേസിൽ there is flow. Okay, ഈ കേസിൽ there is flow. ഓക്കെ, സോ ആദ്യത്തെ കേസിനകത്ത് നിന്ന് നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് കിട്ടി. ആദ്യത്തെ കൺക്ലൂഷൻ ഞാൻ എവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ് പറഞ്ഞേ? when the water level difference is 0, when the water level difference is 0, എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞേ? when the water level difference is equal to 0, എന്തായിരിക്കും? will there be flow? പറഞ്ഞേ, when water level difference is equal to 0, will there be flow? ഇല്ല. right? so there will be no flow. There will be no flow. Listen, please copy these two conclusions. Very, 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 very important. Okay, so ഞാൻ ഒരു എക്സാമ്പിൾ ആയിരുന്നു തന്നത്. ആ എക്സാമ്പിളിനകത്തിലെ ആദ്യത്തെ കേസ് 1 രണ്ട് കൺക്ലൂഷൻസ് കിട്ടി. നോക്കിക്കേ, രണ്ട് ജാർസ് എടുത്തു. ഒരു ജാറിനകത്തിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. ദ സെക്കൻഡ് ജാർ ഇസ് എംപ്റ്റി. നോക്കിക്കേ, so for the water to flow from first jar to second jar, you need finite water level difference. Right? so water flow വേണമെന്നുണ്ടെങ്കിൽ difference should be non-zero, right? and you can clearly see that when the difference is 0, okay, water level difference 0 ആകുമ്പോൾ there will be no flow. okay, these are the two conclusions. okay, കോപ്പി ചെയ്ത് കഴിഞ്ഞോ? കോപ്പി ചെയ്ത് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണേ. സ്പീഡ് ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ എല്ലാവർക്കും? പറയുന്നതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ, listen. So, okay, listen. So, consider second case. Consider case 2. Consider case 2. Case 2 consider ചെയ്യുവാണ്. നോക്കിക്കേ, I am again considering the same jars. Okay, രണ്ട് ജാർ വീണ്ടും എടുക്കുവാണ്. Okay, so നേരത്തെ പറഞ്ഞ പോലെ the first jar is filled with water. Okay, the first jar is filled with water. Okay, say 90% of the jar is filled with water. okay, 90% of the jar is filled with water and രണ്ടാമത്തെ ജാറിൽ say assume that 10% water ഉണ്ടെന്ന് വിചാരിക്കാം. okay, 10% water ഉണ്ടെന്ന് വിചാരിക്കാം. right? so listen, so ഇവിടെ listen, I am adding some extra arrangement. okay, I am adding some extra arrangement. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, I'll use a source pipe. okay, I'll use a source pipe to pump water into jar 1. okay, I'll use a source pipe to pump water into first jar. okay, എവിടെ നിന്നാണ് ഞാൻ വാട്ടർ പമ്പ് ചെയ്യുന്നത്? I have a bigger tank. okay, I have a big tank now. so ഞാൻ എന്താണ് ചെയ്യുന്നത്? I am pumping water from the tank to first jar using a source pipe. so this is your source pipe. okay, this is your source pipe. okay, and I am using a drain pipe. okay, I am using a drain pipe to drain the second jar. okay, I am using this drain pipe to drain the second pipe. okay, എനിക്ക് ഒരു സോഴ്സ് പൈപ്പും ഉണ്ട്, ഒരു ഡ്രെയിൻ പൈപ്പും ഉണ്ട്. okay, സോഴ്സ് പൈപ്പും ഉണ്ട്, ഡ്രെയിൻ പൈപ്പും ഉണ്ട്. സോ നോക്കിക്കേ, ഒരു ബിഗ്ഗർ ടാങ്കിൽ നിന്ന് ഞാൻ വെള്ളം സോഴ്സ് ചെയ്യുവാണ് യൂസിങ് എ സോഴ്സ് പൈപ്പ്. റൈറ്റ്? സോ ആൻഡ് സെക്കൻഡ് ഞാൻ ഒരു ഡ്രെയിൻ പൈപ്പ് യൂസ് ചെയ്തിട്ട് ഐ എം ഡ്രെയിനിങ് ദ വാട്ടർ ഫ്രം ദ സെക്കൻഡ് ജാർ. ഓക്കെ, സോ ഇതാരാണ് ചെയ്യുന്നത്? ഐ വിൽ ഡു ദിസ് യൂസിങ് എ ഹെൽപ്പ് ഓഫ് എ മോട്ടർ. okay, I'll do this using a help of a motor. so ഈ മോട്ടർ ആണ് ആദ്യത്തെ ജാറിലോട്ട് വാട്ടർ പമ്പ് ചെയ്യുന്നത്. റൈറ്റ്? രണ്ടാമത്തെ ജാറിൽ നിന്ന് നോക്കിക്കേ, രണ്ടാമത്തെ ജാറിൽ നിന്ന് ഐ എം ഡ്രെയിനിങ് ദ സെക്കൻഡ് ജാർ യൂസിങ് എ ഡ്രെയിൻ പൈപ്പ്. റൈറ്റ്? സോ ഓൾസോ നോക്കിക്കേ, സോ this motor നോക്കിക്കേ, along with pumping the water into first jar, this motor does another functionality. എന്താണ് നോക്കിക്കേ, it maintains, motor ensures that this water level difference നോക്കിക്കേ, ഇത് 90% fill ആണ്, ഇത് 10% fill ആണ്. so obviously നോക്കിക്കേ, difference എത്രയാണ്? 80% water ഉണ്ട്. okay, 80% ആണ് difference. right? so this motor ensures a constant water level difference of 80%. നോക്കിക്കേ, so motor does two things. രണ്ട് കാര്യങ്ങൾ മോട്ടർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? first thing is that it pumps water into the first jar. okay, it pumps water into the first jar, and second thing, it ensures the difference is maintained at constant 80%. നോക്കിക്കേ, ആദ്യത്തേത് 90%, രണ്ടാമത്തേത് 10%. right? now ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കിക്കേ, so I'll connect these two jars using again
പൈപ്പ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്യുവാണ്, റൈറ്റ്, കണക്ട് ചെയ്യുവാണ്, റൈറ്റ്. നൗ നോക്കിക്കേ, സോ ഐ ഹാവ് കണക്റ്റഡ് 2 jars യൂസിങ് പൈപ്പ്. ഓക്കെ, നൗ ചോദ്യം ഇതാണ്, വാട്ടർ ലെവൽ ഡിഫറൻസ് 0 ആണോ? വാട്ടർ ലെവൽ ഡിഫറൻസ് ഇസ് ഇറ്റ് 0? water level difference is it 0? water level difference is it 0 or non zero? water level difference is it 0 or non zero? പറഞ്ഞേ, water level difference is it 0 or non zero ആണ്. Okay, water level difference you can easily see, ആദ്യത്തേല് 90%, രണ്ടാമത്തേല് 10%, so obviously water level difference non zero ആണ്, right? so water level difference non zero ആണെന്നുണ്ടെങ്കിൽ what is the immediate consequence എന്താണ്? നമ്മൾ ഓൾറെഡി കൺക്ലൂഷൻ 1 എഴുതിയതാണ്, പറഞ്ഞേ. when difference, water level difference is non zero, what is immediate, നോക്കിക്കേ, water flows from first jar to second jar, water flows from first jar to second jar. okay, water flows, okay, water flows from first jar to second jar, right? നോക്കിക്കേ, ഇപ്പം നമുക്ക് we have a motor which ensures that the water level difference is always 80%. അതായത് നോക്കിക്കേ, നമുക്ക് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. now also നോക്കിക്കേ, since both the jars are connected using a pipe, നോക്കിക്കേ, water flows from first jar to second jar and നോക്കിക്കേ, this motor ensures a constant water level difference. അതായത് എപ്പോഴും ഇതിനകത്ത് 90%, എപ്പോഴും ഇതിനകത്ത് 10%. ഇതാരാണ് എൻഷുർ ചെയ്യുന്നത്? മോട്ടർ ആണ് എൻഷുർ ചെയ്യുന്നത്, റൈറ്റ്? സോ ഡിഫറൻസ്, ഈ വാട്ടർ ലെവൽ ഡിഫറൻസ് ആരാണ് എൻഷുർ ചെയ്യുന്നത്? ആരാണ്? പറഞ്ഞേ, ഹൂ എൻഷുർസ് ദിസ് വാട്ടർ ലെവൽ ഡിഫറൻസ്? ഹൂ എൻഷുർസ് ദിസ് വാട്ടർ ലെവൽ ഡിഫറൻസ്? പറഞ്ഞേ, മോട്ടറാണ്, റൈറ്റ്? സോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നോക്കിക്കേ, വാട്ടർ ലെവൽ ഡിഫറൻസ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമുക്കറിയാം ഫ്ലോ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ഫ്രം ഫസ്റ്റ് ജാർ ടു സെക്കൻഡ് ജാർ, right? now who maintains this water level difference? obviously motor ആണ്, right? obviously motor ആണ്, right? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതെന്ന്. ഓക്കെ, എന്തിനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. now tell me what is the difference between EMF and potential difference? EMF and potential difference, പറഞ്ഞേ, EMF and potential difference. tell me the difference between EMF and potential difference. EMF എന്താണ് ചെയ്യുന്നത്? പറഞ്ഞേ, EMF എന്താണ് ചെയ്യുന്നത്? പറഞ്ഞേ, EMF, what does EMF, പറഞ്ഞേ, EMF നോക്കിക്കേ, മോട്ടർ, എക്സാക്ട്ലി, ഓക്കെ, ശരി, തിക്നെസ് മാക്സിമം ആണ്, വയലറ്റ് വേണ്ടല്ലേ? ഇപ്പോൾ ഓക്കെ ആണോ? ലിസൺ, ഈ ഇങ്ക് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? സ്ക്രീൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. സോ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, ലിസൺ, സോ ടെൽ മി ദ ഡെഫിനിഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ഞാൻ വരുവാ അങ്ങോട്ടേക്ക് തന്നെ വരുവാണ്. അഖിൽ, ഷഹീൻ, റമീസ എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണ് തന്നേക്കുന്നത്. ലിസൺ, കറണ്ട്, ഹൗ ഡു യു ഡിഫൈൻ കറണ്ട്? സിംപ്ലി, ഹൗ ഡു യു ഡിഫൈൻ കറണ്ട്? എങ്ങനെയാണ് കറണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? പറഞ്ഞേ, flow of electrons constitutes current. okay, flow of electrons constitutes current, right? so flow ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടിയത്? എന്ത് നോൺ സീറോ ആയിരിക്കണം? നോക്കിക്കേ, ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് നോൺ സീറോ ആയിരിക്കണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോൺ സീറോ ആയിരിക്കണം. നൗ ഹൂ മെയിൻറ്റെയിൻസ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നോക്കിക്കേ, ഈ വാട്ടർ ലെവൽ ഡിഫറൻസ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്തത്? വാട്ടർ ലെവൽ ഡിഫറൻസ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്തത്? മോട്ടർ ആണ് മെയിൻറ്റെയിൻ ചെയ്തത്, റൈറ്റ്? സോ ഇവിടെ നമ്മുടെ കണ്ടക്ടേഴ്സിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പറഞ്ഞേ, ആരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? EMF provided by the battery. okay, EMF provided by the battery.
Okay, EMF provided by the battery, right? So they okay, so for flow of electrons to happen, potential difference should be non-zero. And who maintains potential difference? EMF maintains potential difference. Okay, EMF maintains potential difference. Listen, this is a first main conclusion of network theory. ആദ്യത്തെ പോയിന്റ് നോക്കിക്കോണം, നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലും ഇതുണ്ടായിരിക്കണം. EMF maintains potential difference, and when potential difference is equal to non-zero, flow of electrons, okay, or flow of electrons occurs only when potential difference is non-zero. Okay, so ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ഓക്കെ, സോ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, EMF മെയിൻറ്റെയിൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കത്തുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ഞങ്ങൾക്ക് ഇതും ഈ എക്സാമ്പിളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? എത്ര പേർക്ക് ഇത് മനസ്സിലായി? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? ഷുഡ് ഐ റിപ്പീറ്റ് ദിസ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, സോ റൈറ്റ് ഡൗൺ ദ കൺക്ലൂഷൻ. EMF maintains the potential difference. Right? EMF maintains the potential difference. When potential difference is equal to non-zero, non-zero ആകുമ്പോഴത്തേക്കിന് എന്തായിരിക്കും? There will be flow of electrons. Okay, so this two statements should be in your this are the 2 points. Okay, this should be in your short notes. Okay, short notesലെ ആദ്യത്തെ പോയിന്റ് നോക്കിക്കണം. നിങ്ങൾ ഷോർട്ട് നോട്ട്സും പാരലലി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോയിന്റ്സും അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഡെയിലി ഷോർട്ട് നോട്ട്സിനകത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ നിങ്ങൾ അലോട്ട് ചെയ്തതിനകത്തിൽ യു ഓൾസോ ഹാവ് ടു അപ്ഡേറ്റ് യുവർ ഷോർട്ട് നോട്ട്സ്. ഓക്കെ, സോ റിവിഷൻ്റെ ടൈമിൽ യു ക്യാൻ ഈസിലി നോക്കിക്കേ, ഫോർമുലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് നോട്ട്സ് എടുത്ത് നോക്കിയാൽ മതി. Right, so maintaining short notes is very important. Okay, പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കിന് ട്രൈ ടു ടേക്ക് ഡൗൺ ദ പോയിന്റ്സ് പാരലലി. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ PDF എന്തായാലും പ്രൊവൈഡ് ചെയ്യും. പക്ഷേങ്കിൽ PDF ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലെ നോട്ട്സ് എഴുതാണ്ട് ഇരിക്കരുത്. റൈറ്റ്, PDF പ്രൊവൈഡ് ചെയ്യും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കിനും മൈൻഡിൽ രജിസ്റ്റർ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. Okay, so this is the first important point. Okay, EMF maintains the potential difference, and when potential difference is non-zero, there will be flow of electrons. Right, so this is the first important point. Okay, copy ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും copy ചെയ്ത് കഴിഞ്ഞോ? Yes or no? Copy ചെയ്ത് കഴിഞ്ഞോ? എല്ലാവർക്കും മനസ്സിലായോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ EMF and potential difference? Okay അല്ലേ? Okay, listen. Okay, listen. So നമുക്ക് നമ്മുടെ ചാർജ് കാരിയർ നോക്കിക്കേ, ഇലക്ട്രോൺസിനെ കുറിച്ച് ഞാൻ 2 ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻസ് പറയാൻ പോവാണ്. ഓക്കെ, ഇലക്ട്രോൺസിനെ കുറിച്ച്. ഓക്കെ, സോ we know that the charge carriers are nothing but the electrons. Okay, in this case the charge carriers are nothing but the electrons. Right, so ഈ ഇലക്ട്രോൺസിനെ കുറിച്ച് ഞാൻ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, the complete solid state devices is based on the first point. Okay, entire solid state devices is based on the single point. Okay, entire solid state devices. Listen, electrical കാർക്കും ഇൻസ്ട്രുമെന്റേഷൻ കാർക്കും solid state devices ഇല്ല, EC കാർക്ക് മാത്രമാണ് solid state devices ഉള്ളത്. So EC students, please listen to this very carefully. Okay, please listen to this. നിങ്ങൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസും ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റുഡൻസും കേൾക്കേണ്ട അങ്ങനെയുള്ള ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു, CET എന്നുള്ള സ്റ്റുഡൻറ്റ്, ആക്ച്വലി ഇലക്ട്രിക്കൽ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേങ്കിൽ ആൾക്ക് ഈ പോയിന്റ് കേട്ട് കഴിഞ്ഞിട്ട് SSGയുടെ കോൺസെപ്റ്റ്സ് ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകുമായിരുന്നു. റൈറ്റ്, SSG ആൾക്ക് സത്യം പറഞ്ഞാൽ കോഴ്സ് വർക്കിലും ഇല്ല, ഗേറ്റിലും ഇല്ല. പക്ഷേങ്കിൽ SSG അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് വന്ന് സാറ്റർഡേസിൽ ഇവിടെ വന്ന് ഓഫീസിൽ എൻ്റെ അടുത്ത് വന്ന് കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ, സോ എല്ലാവരും
പ്ലീസ് ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ഓക്കെ, ഞാൻ ഇലക്ട്രോൺസിനെ കുറിച്ച് 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഔട്ട് ഓഫ് വിച്ച് ദ ഫസ്റ്റ് പോയിന്റ്, ഓക്കെ, ദ കംപ്ലീറ്റ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഈസ് ബേസ്ഡ് ഓൺ ദ സിംഗിൾ പോയിന്റ്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേങ്കിൽ ദ എൻറ്റയർ സബ്ജക്ട് ഈസ് ബേസ്ഡ് ഓൺ ദ സിംഗിൾ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തേത് രണ്ടും ഞാൻ രണ്ടാമത്തേതും 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നമുക്കറിയാം. So you told me that flow of electrons constitutes current എന്ന് പറഞ്ഞു. Okay, so based on current conduction I can classify the materials into 3 categories based on conduction of current. പറഞ്ഞേ എന്തൊക്കെയാണ്? Based on conduction of current you can classify all the materials into 3 types. ഏതൊക്കെയാണ് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ. Materials which conduct current are called conductors on. Okay, materials which conduct current are called conductors. Materials which do not conduct current are called insulators. Very good, Sinora, Muhammad Faiz, Ramiza. Okay, so obviously idinte nokkike. So one set is conductor, the other one is insulator, and the other category is semiconductors. Okay, semiconductors. Just a minute. Semiconductors. Okay, so conductors which conducts electricity. Okay, it conducts electricity. Insulators, it does not conduct electricity. Semiconductors in the case endana? Semiconductors in the case at 0 degree Kelvin, does it conduct electricity? All semiconductors at 0 degree Kelvin, does it conduct electricity? Yes or no? Semiconductors at 0 degree Kelvin behaves as insulators, right? The same semiconductor at 300 degree Kelvin, does it conduct electricity? Does it conduct current? Parne? Yes, right? So it conducts at 300 degree Kelvin. Okay, same material at 0 degree Kelvin behaves as insulator, same material at 300 degree Kelvin it behaves as conductor, right? So adondana ine semiconductor ennu vilikkunnathu. Listen, the entire solid state devices is നോക്കിക്കേ, അവിടെ നമ്മൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് സെമികണ്ടക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ മുഴുവൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സെമികണ്ടക്ടേഴ്സ് മാത്രമായിരിക്കും. സോ ഇൻസുലേറ്റേഴ്സ് we are not bothered about insulators. So ഇവിടെ bother ചെയ്യും, ഇൻസുലേറ്റേഴ്സ് ബോദർ ചെയ്യും. EMFTയിൽ ഞാൻ പറയാം. ഓക്കെ, EMFTയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം, ഡയലക്ട്രിക്സ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം, റൈറ്റ്? സോ നോക്കിക്കേ, സോ കണ്ടക്ടേഴ്സ്. സോ ഇൻ നെറ്റ്വർക്ക് തിയറി വി ഡീൽ ഓൺലി വിത്ത് കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഈ ഫുൾ എൻറ്റയർ കോഴ്സിൽ വി ഓൺലി ഡീൽ വിത്ത് കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ ഐ ലിസ്റ്റ് ഡൗൺ ഫ്യൂ കണ്ടക്ടേഴ്സ്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് കണ്ടക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്യാം. സോ നോക്കിക്കണം, ആദ്യത്തെ കണ്ടക്ടർ എന്താണ്? സിൽവർ ആണ്, റൈറ്റ്? രണ്ടാമത്തേത് സേ കോപ്പർ. ഓക്കെ, കോപ്പർ. മൂന്നാമത്തേത് ഗോൾഡ്. ഓക്കെ, സോറി, AU. ഓക്കെ, നാലാമത്തേത് അലുമിനിയം. ഓക്കെ, സോ ഞാൻ കുറച്ച് കണ്ടക്ടേഴ്സിനെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേത് സിൽവർ ആണ്, രണ്ടാമത്തേത് കോപ്പർ ആണ്, ഓക്കെ, മൂന്നാമത്തേത് ഗോൾഡ്, നാലാമത്തേത് അലുമിനിയം. ഓക്കെ, സോ നോക്കിക്കേ, ബീറ്റ് കണ്ടക്ടേഴ്സ്, സെമികണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്, ഓൾ ദ മെറ്റീരിയൽസ് ആർ മേഡ് അപ്പ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഈച്ച് മെറ്റീരിയൽ. എന്തായിരിക്കും ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഈച്ച് മെറ്റീരിയൽ? പറഞ്ഞേ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഈച്ച് മെറ്റീരിയൽ. ബീറ്റ് കണ്ടക്ടേഴ്സ്, സെമികണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ, ഇൻസുലേറ്റേഴ്സ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഈച്ച് മെറ്റീരിയൽ പറഞ്ഞ എന്താണ്? ആറ്റംസ് ആണ്, റൈറ്റ്? ആറ്റംസ് ആണ്. വെരി ഗുഡ്, അഷിത, ബിൻ, അഖിൽ. ഓക്കെ, സോ ലിസൺ, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് വീണ്ടും റെസ്പോണ്ട് ചെയ്യുന്നത്. ലിസൺ, ഐ വോണ്ട് എവ്രി വൺ ടു പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഇട്ടോളൂ, അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, സോ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എല്ലാവരും പ്ലീസ് ട്രൈ ടു റെസ്പോണ്ട്. ഓക്കെ, സോ ആറ്റംസ്. ഓക്കെ, സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു, കണ്ടക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ചെയ്തു. ഞാൻ
ഈ ലിസ്റ്റ് ചെയ്തു. Now I am making a general statement that all the materials, be it conductors or semiconductors or insulators, all the materials are made up of atoms, right? So all the നോക്കിക്കേ ആറ്റമിൻ്റെ ജനറൽ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആറ്റമിൻ്റെ ജനറൽ സ്ട്രക്ചർ നോക്കിക്കേ. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ആറ്റം. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് the structure of an atom, right? So you can clearly see, so you have a nucleus. Okay, you have a nucleus here. Okay, so ivada ningalku nucleus on, right? So this is your nucleus, and you can clearly see that electrons revolve around this nucleus in ഏത് orbit ആണ്? Electrons revolve around the nucleus in elliptical orbits, right? So elliptical orbits, very good. Okay, so നോക്കിക്കേ, you have nucleus. Okay, so nucleus consists of neutrons, okay, neutrons and protons, right? Neutrons and protons, so making it a positively charged. Okay, making it a positively charged. So you have nucleus which consists of neutrons and protons. Okay, neutrons und protons und, right? And electrons are negatively charged. Okay, electrons are negatively charged, and these electrons revolve around the nucleus in elliptical orbits. Okay, these electrons revolve around the nucleus in elliptical orbits, right? So for the sake of simplicity, these elliptical orbits are shown in circular. Okay, so circular orbits ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. Listen, I am going to make the first important point regarding the electrons. Okay, first important point regarding the electrons. So അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺസിനെ കുറിച്ച് ഞാൻ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാൻ പോവാന്ന് പറഞ്ഞു. അതിനകത്തിലെ ആദ്യത്തെ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഐ എം ബിൽഡിങ് ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ ആദ്യത്തെ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ദ കംപ്ലീറ്റ് SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഈസ് ബേസ്ഡ് ഓൺ ദ സിംഗിൾ പോയിന്റ്. ഓക്കെ, സോ ആ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വരുവാണ്. ഓക്കെ, ലിസൺ ടു ദിസ് വെരി വെരി കെയർഫുള്ളി. ഓക്കെ, ഫൈനലി ഐ വിൽ എൻഡ് അപ്പ് വിത്ത് ഓംസ് ലോ. ഓക്കെ, ഓംസ് ലോൻ്റെ കണ്ടിന്യൂഷൻ പാസീവ് സൈൻ കൺവെൻഷൻ ആയിരിക്കും. പാസീവ് സൈൻ കൺവെൻഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് നിങ്ങൾ പൊലാരിറ്റീസും കറണ്ട് കൺവെൻഷനും കറണ്ട് ഡയറക്ഷനും പൊലാരിറ്റീസും മാർക്ക് ചെയ്യുന്നത്. അവിടെ തെറ്റിയെങ്കിൽ ബാക്കി പ്രോബ്ലം നിങ്ങൾ എത്ര നന്നായിട്ട് സോൾവ് ചെയ്താലും മുഴുവൻ തെറ്റും, റൈറ്റ്? അവിടെ തെറ്റരുത്. ഓക്കെ, കറണ്ട് ഡയറക്ഷനും പൊലാരിറ്റീസ് മാർക്ക് ചെയ്യലും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? സോ ഓക്കെ, സോ ഇത് നമുക്കറിയാവുന്നതാണ്, ഹൈസ്കൂളിൽ പഠിച്ചാണ്. ആറ്റംസ് ഉണ്ട്, ആറ്റംസിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ elliptical orbit. So here I have shown the orbits as circular orbits just for the sake of explanation. Okay, now നോക്കിക്കേ, each orbit can hold a fixed number. ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതുവാണ്. each orbit can hold fixed number of electrons. Each orbit can hold fixed number of electrons. Look at this is a structure of atom, right? So ഇതിനകത്ത് നോക്കിക്കേ, so except the first orbit, all the other orbits holds a fixed number of 8 electrons, except first orbit. All the other orbits, you can see this. നോക്കിക്കേ, സ്ട്രക്ചർ ഓഫ് ദ ആറ്റം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ആദ്യത്തെ ഓർബിറ്റിൽ നിങ്ങൾക്ക് 1, 2, റൈറ്റ്? ഈ 2 ഉള്ളൂ. ഓക്കെ, ബാക്കി ഏത് ഓർബിറ്റ് നോക്കിക്കേ, ഞാൻ ഓരോ ഓർബിറ്റിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്, റൈറ്റ്? ഈച്ച് ഓർബിറ്റ് ക്യാൻ ഹോൾഡ് a maximum of 8 electrons except the first orbit. First orbit can hold only 2 electrons. Okay, first orbit can hold only 2 electrons, right? So this is nothing but the structure of an atom, right? Structure of an atom, right? Now listen, so ഇവിടെ നോക്കിക്കണം, so this is nothing but the structure of the atom. ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ദ ഇലക്ട്രോൺസ് സിറ്റിംഗ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്, ആദ്യത്തെ ഓർബിറ്റിലും രണ്ടാമത്തെ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിനെ ഐ ഹാവ് ഷോൺ ഇൻ റെഡ് കളർ. വൈ ഡിഡ് ഐ ഷോ ദം ആസ് റെഡ് കളർ? പറഞ്ഞേ, വൈ ഡിഡ് ഐ ഷോ ദം ആസ് റെഡ് കളർ? പറഞ്ഞേ, വൈ ഡിഡ് ഐ ഷോ ദം ആസ് റെഡ് കളർ? പറഞ്ഞേ, I have shown the electron sitting in the first orbit and second orbit in red color. എന്തുകൊണ്ടാണ്? Okay, these electrons are closer to the nucleus. നോക്കിക്കേ, I have already told you that
nucleus is positively charged. Nucleus is positively charged and electrons are negatively charged. Now tell me the kind of force that exists between the nucleus and electrons. Is it repulsive or attractive? Is it repulsive or attractive? പറഞ്ഞേ നോക്കിക്കോണം. Nucleus is positively charged, electrons are negatively charged. Okay, so obviously attractive force exists between ആരൊക്കെ, nucleus and the electrons, right? നോക്കിക്കേ. So the attractional force exerted by the nucleus on the inner orbit will be very strong. Okay, will be very strong. നോക്കിക്കേ, so അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കേ, the first orbit and second orbitലെ electrons are tightly bounded. Okay, are tightly bounded by the nucleus. Okay, so the electrons sitting in the first orbit and second orbit are strongly or tightly bounded by the nucleus, right? Tightly bounded by the nucleus, and hence these electrons are called bounded electrons. Okay, bounded electrons. നിങ്ങൾ പറഞ്ഞു current എന്ന് പറയുന്നത് എന്താണ്? flow of electrons എന്ന് പറഞ്ഞു. Right? So ഏത് electrons ആണ് നോക്കിക്കേ, bounded electrons. They are under the strong influence, they are under the strong attractional force of nucleus, right? So they cannot move. Okay, they cannot move. അതുകൊണ്ടാണ് ഇവരെ bounded electrons എന്ന് വിളിച്ചത്. Okay, അതുകൊണ്ടാണ് ഇവരെ bounded electrons എന്ന് വിളിച്ചത്. Now the outermost orbit is called, പറഞ്ഞേ, outermost orbitനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ടില്ല. The outermost orbit is called, പറഞ്ഞേ, valence orbit അല്ലെങ്കിൽ valency shell. Okay, valency shell. Okay, so നോക്കിക്കേ, as you move away from the nucleus, what happens എന്തായിരിക്കും? What happens to the energy of electrons? What happens? Say for example, ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. What happens? നോക്കിക്കേ, as you move away from the nucleus, the attractional force exerted on the electrons എന്തായിരിക്കും? Will it increase or decrease? Energy of the electrons. ഇത് ഈ ചോദ്യത്തിന് ആൻസർ പറഞ്ഞേ, അതായത് as you move towards higher orbits, the attractional force exerted by the nucleus on the electrons, will it increase or decrease? Attractional force decrease ചെയ്യും, right? Attractional force decrease ചെയ്യും, right? Attractional force decrease ചെയ്യുമ്പോഴത്തേക്കിന് what happens to the energy of electrons? Say for example ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സേ നിങ്ങളുടെ പേരൻസ് ആണ്, നിങ്ങളുടെ ഇത് സ്കൂളാണ്, ഓക്കെ, ഇത് +2, സേ ഇത് BTech, റൈറ്റ്, ഇത് BTech ആണ്, റൈറ്റ്. സേ ആസ് യു മൂവ്, നോക്കിക്കേ, ആസ് യു മൂവ് ടുവേർഡ്സ് യുവർ BTech, ഓക്കെ, നിങ്ങൾ സ്കൂളിലായിരിക്കുമ്പോഴത്തേക്കിന് പേരൻസ് ഹാവ് എ സ്ട്രോങ് ഹോൾഡ് ഓൺ യു, റൈറ്റ്. അതുപോലെ തന്നെ +2 പോകുമ്പോഴത്തേക്കിന് ആ ഹോൾഡ് കുറച്ച് കുറയും. BTech നിങ്ങളുടെ വീട് കാലിക്കറ്റാണ്, നിങ്ങൾ പഠിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, റൈറ്റ്. സോ ഓബ്വിയസ്ലി എന്തായിരിക്കും? ഹോൾഡ് ഭയങ്കര കുറവായിരിക്കും. നൗ നോക്കിക്കേ, ഓബ്വിയസ്ലി നിങ്ങളുടെ എനർജി എന്താവും? അതായത് പേരൻസിന് നിങ്ങളുടെ മേളിലുള്ള ഹോൾഡ് കുറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എനർജി BTech വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ എനർജി എന്താണ്? ലിസൺ, യു ആർ ഫ്രീ ടു മൂവ് അറൗണ്ട്, റൈറ്റ്. സോ വെൻ യു ആർ സ്കൂൾ, യു ആർ സ്ട്രിക്ട്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ പേരൻസ്, right? So നിങ്ങൾ just for the sake of example അത്രേ ഉള്ളൂ, right? So energy കൂടുതലാണ്, right? So therefore നോക്കിക്കേ, the energy of the electrons, okay, the energy of electrons increases, okay, the energy of the electrons increases, right? Energy of the electrons increases. Now I am going to make conclusion. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷനിലോട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി, ഓക്കെ. സോ ഞാനിവിടെ എഴുതാൻ പോവാണ്, നോക്കിക്കോണം, ശ്രദ്ധിക്കണം. സോ ആസ് ദ electrons move away from the nucleus, positively charged nucleus, energy of negatively charged electrons, just a minute, okay, listen.
So as the electrons move away from the positively charged nucleus, energy of negatively charged electrons എന്താവും പറഞ്ഞേ എന്താവും? As the electrons move away from the positively charged nucleus, energy of negatively charged electrons increases, right? So ഇത് first point, right? രണ്ടാമത്തെ point എന്താണ്? As the electrons പറഞ്ഞേ, as the electrons come closer to, as the electrons comes closer to positively charged nucleus, അതായത് നോക്കിക്കേ, the energy of the bounded electrons കൂടുതലായിരിക്കോ കുറവായിരിക്കോ? As the electrons comes closer to positively charged nucleus, energy of electrons പറഞ്ഞേ, energy of electrons എന്താ സംഭവിക്കുന്നത്? decreases, right? So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലായോ? യെസ് ഓർ നോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളൂ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ റെഡിയാണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ജസ്റ്റ് കോപ്പി ദീസ് ടു സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ the statement I am going to make now is very, very important, and entire solid state devices is based on this single point. Just copy ചെയ്തോളൂ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കോപ്പി ചെയ്തോളൂ. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പറയണേ. ഓക്കെ, so now I am going to make a very, very, very important statement. Okay, so നോക്കിക്കേ, ഇതിനൊരു 5 സ്റ്റാർ ഇട്ടോളൂ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു 5 സ്റ്റാർ ഇട്ടോളൂ. ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഫൈനൽ കൺക്ലൂഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ above two conclusions. Okay, so ശ്രദ്ധിക്കണം. as the electrons come closer to, as the electrons come closer to negatively charged, okay, negatively charged nucleus illa, just negatively charged particle aanu vicharikkam. Okay, negatively charged nucleus illa actually. Okay, negatively charged particle. Okay, negatively charged particle. What happens to the energy of electrons? Okay, ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് as the electrons come closer to positively charged nucleus, energy of the electrons decreases എന്ന് പറഞ്ഞു. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിക്കേ, as the electrons come closer to negatively charged ന്യൂക്ലിയസ് അല്ല, നെഗറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ഇല്ല നമുക്ക്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കൽ. വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് ഇലക്ട്രോൺസ്? ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പറഞ്ഞേ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ആസ് ദ ഇലക്ട്രോൺസ് കം ക്ലോസർ ടു പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ്, എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഡിക്രീസസ് എന്ന് പറഞ്ഞു, റൈറ്റ്? സോ ആസ് ദ ഇലക്ട്രോൺസ് come closer to negatively charged, okay, negatively charged particle, energy of the electrons endavum increases. Very, 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 very important statement. വളരെ important statement ആണ്. This entire solid state devices is based on this single point. Very, 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 very important. ഞാൻ ഇത് വീണ്ടും solid state devices ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. As the electrons comes closer to negatively charged particle, energy of the electrons increases. The entire solid state devices is based on this point. Okay, so please copy this point and നോക്കിക്കേ, ഇതിന് ഒരു 5 സ്റ്റാർ ഇട്ടോളൂ. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ 2 പോയിന്റ്സ് പറയുമെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്തിലെ ആദ്യത്തെ പോയിന്റ് ആണിത്. ഓക്കെ, ഈ പോയിന്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്തോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്തോളൂ. ഓക്കെ ആണോ? ഈ പോയിന്റ് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? എല്ലാവർക്കും ഓക്കെ ആണോ ഈ പോയിന്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, ദ തേർഡ് പോയിന്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫസ്റ്റ് 2 കൺക്ലൂഷൻസ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ,
കഴിഞ്ഞോ? കോപ്പി ചെയ്ത് കഴിഞ്ഞോ? Okay, listen. So the outermost orbit is called valency shell എന്ന് ഞാൻ പറഞ്ഞു, right? And the electrons sitting in the valency shell are called valence electrons. Okay, valence electrons, right? And they are lightly held. Okay, they are lightly held. Okay, they are lightly held by the nucleus, right? So ഞാനിപ്പം if I supply external energy, say for example ഞാൻ ഇപ്പം okay ഇവിടെ തന്നെ എടുക്കാം. Okay, if I supply external energy, say in the form of heat energy or light energy or electrical energy. Okay, if I supply external energy, എന്താ സംഭവിക്കുന്നത് പറഞ്ഞേ? If I supply external energy, the electrons sitting in the valence electrons absorbs the energy and it becomes free electrons, right? And it becomes free electrons, right? So when you supply external energy either in the form of heat or light or electrical energy, endana sambhavikkunna, this electron sitting in the valency shell absorbs the energy and it becomes a free electron. Okay, and it becomes a free electron. So ningal paranju current is constituted by electrons ennu paranju. Ed electrons aanu? Bounded electrons aano ado free electrons aano? Bounded electrons ആണോ അതോ ഫ്രീ ഇലക്ട്രോൺസ് ആണോ? കറന്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ഏത് ഇലക്ട്രോൺസ് ആണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്, റൈറ്റ്? ഓബ്വിയസ്ലി ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഹൗ ഡു യു ഗെറ്റ് ഫ്രീ ഇലക്ട്രോൺസ്? When you supply external energy, right? So നമ്മളെ നെറ്റ്വർക്സിൽ listen, we only use electrical energy. പക്ഷെങ്കിൽ when you നോക്കിക്കേ, you can also use heat energy and light energy to liberate, to make the valency electrons free electrons. Okay, so this electrons are responsible for current conduction. Okay, so these electrons, valence electrons, which have now become free electrons, are responsible for current conduction, right? Are responsible for current conduction, right? So listen, so ഞാൻ ഇപ്പം ഓക്കെ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞല്ലോ, സോ നോക്കിക്കേ, ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാണ്. ഞാൻ ഇവിടെ കുറേ കണ്ടക്ടേഴ്സിനെ ഞാൻ ലിസ്റ്റ് ചെയ്തായിരുന്നു, right? കുറേ കണ്ടക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്തു. Now we know valence electrons when they are made free become free electrons, right? So when you നോക്കിക്കേ, സിൽവറിൻ്റെ കേസിൽ we have one valence electron, കോപ്പറിൻ്റെ കേസിൽ we have two valence electrons, ഗോൾഡിൻ്റെ കേസിൽ two valence electrons, അലൂമിനിയത്തിൻ്റെ കേസിൽ three valence electrons, right? So നോക്കിക്കേ, here you have okay ഈ കേസിൽ okay കോപ്പറിൻ്റെ ആറ്റത്തിൻ്റെ പിക്ചർ. okay this is a structure of copper. This is a structure of a copper atom. Okay, this is a structure of a copper atom. Okay, you can clearly see that in the outermost orbit എത്ര valence electrons ഉണ്ട് പറഞ്ഞേ? in the outermost orbit എത്ര valence electrons ഉണ്ട്? outermost orbit എത്ര valence electrons ഉണ്ട്? രണ്ട് നോക്കിക്കേ, 1 2, right? 2 valence electrons ഉണ്ട്. This is a structure of copper atom, right? So അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത് copper atom has 2 valence electrons, right? 2 valence electrons, 1 2, right? 1 നോക്കിക്കേ, 1 2. okay, this is 1 and this is 2. 2 valence electrons ആണ് കോപ്പറിനുള്ളത്, right? So അതാണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്, right? Now tell me, out of these conductors which conductor has highest conductivity? പറഞ്ഞേ, out of these conductors which conductor has highest conductivity? പറഞ്ഞേ, out of these conductors which conductor has highest conductivity? ലിസൺ, എനിക്ക് 3 ഡിഫറെൻറ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സിൽവർ അലൂമിനിയം, ആറ്റ്ലിൻ സിൽവർ, മേഘ അലൂമിനിയം, അരുൺ അലൂമിനിയം, അഖിൽ സിൽവർ, അക്ഷയ് സിൽവർ. ഓക്കെ, കൂടുതലും സിൽവർ ആണ് പറയുന്നത്. ലിസൺ, ഓക്കെ, ഞാൻ എന്താണ് പറഞ്ഞത്? കമൻറ്റ് ഓൺ ദ കണ്ടക്ടിവിറ്റി ഓഫ് ദീസ് കണ്ടക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ 4 കണ്ടക്ടേഴ്സ് കാണിച്ചായിരുന്നു. 4 കണ്ടക്ടേഴ്സിൻ്റെയും വാലൻസ് ഇലക്ട്രോൺസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് ഐ ആസ്ക് യു ടു കമൻറ്റ് ഓൺ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി. ഏത് കണ്ടക്ടറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഡിഫറെൻറ്റ് ആൻസേഴ്സ് കിട്ടി. സോ ഓബ്വിയസ്ലി കണ്ടക്ടർ നോക്കിക്കേ, സോ കണ്ടക്ടിവിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, ഓബ്വിയസ്ലി
നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും, റൈറ്റ്? സോ അപ്പോൾ ഒരു ഓബ്വിയസ് ഡൗട്ട് ആണ്, നോക്കിക്കേ, ഓബ്വിയസ് കൺക്ലൂഷൻ ആണ്. അലൂമിനിയത്തിന് മൂന്ന് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ ഓബ്വിയസ്ലി കുറേ പേര് അലൂമിനിയം എന്ന് പറഞ്ഞു, റൈറ്റ്? പക്ഷേങ്കിൽ ലിസൺ, കണ്ടക്ടിവിറ്റി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ സംതിങ്. ഓക്കെ, സോ അനദർ ഫാക്ടർ. എന്താണ് ആ ഫാക്ടർ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവാണ്. സോ അസ്യൂം ദാറ്റ് രണ്ട് കേസസ് നോക്കിക്കേ. ഫസ്റ്റ് കേസ്, യു ആർ പ്ലേയിങ്, assume that you are in the playground, okay, college groundilanu and you are playing football, right? You are playing football, right? Second case number 2, nokikke, you are in the sea, okay, you are under the sea, sorry, in the sea alla, listen, you are under the sea. So idana kadalde taade, scuba diving, right? Seabed, okay, this is nothing but seabed, okay, seabed, okay. So ഇവിടെയാണ് നിങ്ങൾ, റൈറ്റ്? കടലിൻ്റെ താഴെ സ്ക്യൂബ ഡൈവിങ് ചെയ്ത് നിങ്ങൾ താഴെ സീ ബെഡിൽ എത്തിയെന്ന് വിചാരിക്കാം, റൈറ്റ്? രണ്ട് കേസസ് ആണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഒന്ന്, യു ആർ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് പ്ലേയിങ് ഫുട്ബോൾ. രണ്ട്, യു ആർ അണ്ടർ ദ സീ, സ്ക്യൂബ ഡൈവിങ് ചെയ്ത് നിങ്ങൾ താഴെ സീ ബെഡിൽ എത്തി, റൈറ്റ്? ഏത് കേസിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്? കേസ് നമ്പർ 1 ഓർ കേസ് നമ്പർ 2? ഏത് കേസിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്? പറഞ്ഞേ, കേസ് നമ്പർ 1 ഓർ കേസ് നമ്പർ 2? ഏത് കേസിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്? കേസ് നമ്പർ 1 ആണോ കേസ് നമ്പർ 2 ആണോ? ഓബ്വിയസ്ലി കേസ് നമ്പർ 1 ആണ്, റൈറ്റ്? ഓബ്വിയസ്ലി കേസ് 1 ആണ്, റൈറ്റ്? സോ ദ എബിലിറ്റി ടു മൂവ് ഫ്രീലി, what do you call this? ഏതിൻ്റെ ഡെഫിനിഷൻ ആണിത്? എബിലിറ്റി ടു മൂവ് ഫ്രീലി ഏതിൻ്റെ ഡെഫിനിഷൻ ആണ്? മൊബിലിറ്റി, എക്സാക്ട്ലി, വെരി ഗുഡ്, മൊബിലിറ്റി. Okay, ability to move freely. Okay, obviously ability to move freely is more on the playground when compared to the seabed, right? So mobility on the playground is much greater than mobility on the seabed, right? On the seabed, right? So nokikke, so this is something which is dependent on the medium. Nokikke, idu playground aayirunnu, nokikke, mobility depends on the medium, right? Mobility depends on the medium, right? So all these are different conductors, different materials, right? So it is found that mobility of electrons in silver, okay, mobility of electrons in silver is much greater than mobility of all other conductors, right? Mobility of electrons in silver is greater than mobility of electrons in all other conductors, and therefore that's the reason why silver is considered as the conductor with highest conductivity. Okay, silver has the highest conductivity among this list. Okay, so ee list il silver has the highest conductivity. Endukondana reason endana? Statistics data shows that endana the mobility of electrons in silver is much greater than all other conductors, right? Than all other conductors, right? So that's the reason why silver is considered to be the conductor with highest conductivity. പക്ഷേ costly ആണ് when compared to copper and aluminum. So ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കോപ്പറും അലൂമിനിയം ആണ്, because silver, gold is too much expensive and silver relatively ഇതാണെന്നുണ്ടെങ്കിലും when compared to copper and aluminum, silver is considered to be costly. എന്നാലും ചില കേസിൽ നമ്മൾ സിൽവർ പ്ലേറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്, റൈറ്റ്? സോ രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ആദ്യത്തേത് എന്തായിരുന്നു? ഇലക്ട്രോൺ റിലേറ്റഡ്, അതായത് ഇലക്ട്രോൺസ്, ആസ് ദ ഇലക്ട്രോൺസ് കം ക്ലോസർ ടു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കൽ, എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് എന്താണ് ഞാൻ പറഞ്ഞത്? എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ increase, right? So this is the first conclusion. Okay, so that's the first conclusion. രണ്ടാമത്തേത് എന്താണ്? The silver is a conductor which has highest conductivity. Okay, which has highest conductivity. Okay, so please keep these conclusions in your mind. Okay, please keep these conclusions in your mind. ഞാൻ ഇപ്പം നോക്കിയേ, ഈ കണ്ടക്ടറിനകത്തിലെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ, സേ കോപ്പർ എടുക്കുവാണ്. ഓക്കെ, കോപ്പർ എടുക്കുവാണ്. ഓക്കെ, ഞാൻ കോപ്പർ എടുത്തു. സേ ദിസ് ഈസ് യുവർ കോപ്പർ. ദിസ് ഈസ് കോപ്പർ. സ്പീഡ് ഓക്കെ ആണോ? എല്ലാവർക്കും സ്പീഡ് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? എല്ലാവർക്കും ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ? ഓക്കെ ആണല്ലോ അല്ലേ? പറയുന്നതെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ലിസൺ, ശ്രദ്ധിക്കണം. So I have taken a copper conductor and I am adding,
നോക്കിക്കേ, ഐ ആം കണക്റ്റിംഗ് a battery. I am connecting a battery. Okay. ഇനി ഞാൻ ഡ്രോ ചെയ്യാൻ പോകുന്ന കുറച്ച് ഫിഗേഴ്സ് അത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലും കിട്ടത്തില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കറണ്ട് മെക്കാനിസം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കറണ്ട് മെക്കാനിസം. എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഒരു കോപ്പർ കണ്ടക്ടർ എടുത്തു ആൻഡ് ഐ ഹാവ് കണക്റ്റഡ് എ ബാറ്ററി. Right, so the moment you connect a battery എന്താണ് സംഭവിക്കുന്നത്? an axial electric field ഞാൻ ഇവിടെ എഴുതുവാണ്. so the moment you connect battery എന്താണ്? an axial electric field will be developed along the length of the conductor. Listen, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. ലിസൺ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങളുടെ ഓംസ് ലോയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഓംസ് ലോയിലോട്ട് എത്തിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തും. നാളെ തൊട്ട് യു വിൽ ബി റിസീവിങ് ഹോംവർക്ക് പ്രോബ്ലംസ്. റൈറ്റ്, ഹോംവർക്ക് പ്രോബ്ലംസ്. ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്യുവാണ്. റൈറ്റ്, സോ കോമൺ ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ബിൽഡ് ചെയ്യുവാണ്. Right, so an axial electric field will be developed along the axis of conductor. Right, along the axis of conductor. Okay, an axial electric field will be developed along the axis of the conductor. Right, so ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ഇനി ഇപ്പം നിങ്ങൾ പറയണം. നോക്കിക്കേ, സോ നമുക്ക് ഏത് കണ്ടക്ടർ വേണമെങ്കിലും എടുത്തോളൂ. പെർ യൂണിറ്റ് വോള്യൂം there will be 10 raised to 18 to 10 raised to 23 atoms per unit volume. ഓക്കെ, സോ ഏത് കണ്ടക്ടർ, അതായത് നിങ്ങളുടെ അലൂമിനിയം എടുത്തോളൂ, നിങ്ങൾ സിൽവർ എടുത്തോളൂ, കോപ്പർ എടുത്തോളൂ, ഗോൾഡ് എടുത്തോളൂ. നോക്കിക്കേ, per unit volume there will be around 10 raised to 18 to 10 raised to 23 atoms. Right, and we know silver in the case എടുക്കുകയാണെന്നുണ്ടെങ്കിൽ silver has one valence electron. Okay, one free electron. So every atom donates one free electron. Okay, every atom donates one free electron, and you can assume, നോക്കിക്കേ, per unit volume നിങ്ങൾക്ക് ഇത്രയും atoms ഉണ്ട്. Each atom donates one electron. Right, so each atom donates one electron. So therefore you can assume the magnitude, or you can assume the volume of free electrons. Right, ഓരോ ആറ്റം, സോ ഒരു വോള്യൂമിൽ ഇത്രയും ആറ്റംസ് ഉണ്ട്. ഓരോ ആറ്റം ഓരോ ഇലക്ട്രോൺ തരും. സോ യു ക്യാൻ അസ്യൂം ദാറ്റ് ദിസ്, നോക്കിക്കേ, all the conductors are very rich in free electrons. Okay, all the conductors are very rich in electrons. Okay, ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ആണ് ഇതിനകത്തുണ്ടാവുന്നത്. റൈറ്റ്, സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കൺക്ലൂഷൻ എന്തായിരുന്നു? ഇലക്ട്രോൺസ്, നോക്കിക്കേ, ദിസ് electrons at this end are closer to negative terminal of the battery, and electrons at this end are closer to positive terminal of the battery. Right, so അടുത്ത ചോദ്യം ചോദിക്കുവാണ്. സോ ഏത് സൈഡിലുള്ള ഇലക്ട്രോൺസ് എക്സ്പീരിയൻസസ് മോർ എനർജി? വിച്ച് ഇലക്ട്രോൺസ് ഹാസ് മോർ എനർജി? ലെഫ്റ്റ് സൈഡ് ആണോ അതോ റൈറ്റ് സൈഡ് ആണോ? പറഞ്ഞേ, വിച്ച് ഇലക്ട്രോൺസ് ഹാസ് ഹയർ എനർജി? ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ? ഞാൻ ആദ്യം ഒരു കൺക്ലൂഷൻ പറഞ്ഞായിരുന്നു. ഇലക്ട്രോൺസ് റിലേറ്റഡ് ഞാൻ ആദ്യം ഒരു കൺക്ലൂഷൻ പറഞ്ഞായിരുന്നു. ദാറ്റ് when the electrons are closer to negatively charged, എന്തായിരിക്കും എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് കൂടുതലാന്ന് പറഞ്ഞു. റൈറ്റ്, സോ obviously the energy of the electrons on the right side will be very very high. Listen, this is based on the first conclusion. ആദ്യത്തെ കൺക്ലൂഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. the energy of the electrons on the right side will be very 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 high. Right, so ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന 3 figures you will not find in any text. ഒരു ടെക്സ്റ്റിലും നിങ്ങൾക്ക് കിട്ടത്തില്ല. so listen to this very very carefully. ഇത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് മെക്കാനിസം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിക്കണം. ഞാൻ 3 ഫിഗേഴ്സ് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കേ, സോ So energy band diagram of conductor. Okay, so 3 കേസിലും ഞാൻ ബാറ്ററി കണക്ട് ചെയ്യുവാണ്. സോറി,
ഓക്കെ. സോ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് കെപ്റ്റ് ഓൺ ഇൻക്രീസിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാറ്ററി. അതായത് ഇവിടുത്തെ ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഓക്കെ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിന് ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി, ഇവിടെ വന്നപ്പോഴത്തേക്കിന് ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് വീണ്ടും കൂടി. ഓക്കെ, വീണ്ടും ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി. ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ്? നോക്കിക്കേ, ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്താണ് വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ്? നോക്കിക്കേ, ലുക്ക് അറ്റ് ദ സ്ലോപ്പ് ഓഫ് ഈച്ച് കേസ്. നോക്കിക്കേ, ദിസ് ഇസ് എനർജി ബാൻഡ് ഡയഗ്രാം. ഓക്കെ, എനർജി ബാൻഡ് ഡയഗ്രാം ആണ്. നോക്കിക്കേ, എന്താ സംഭവിച്ചേക്കുന്നത്? ഇൻ ഈച്ച് കേസ് ഐ ഹാവ് ഇൻക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാറ്ററി, റൈറ്റ്? സോ വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ്? പറഞ്ഞേ, as you go from left to right, energy of the electrons എന്താണ് സംഭവിച്ചത്? എനർജി ഓഫ് ഇലക്ട്രോൺസ് ഓരോ കേസിലും പറഞ്ഞേ, കേസ് നമ്പർ 1, കേസ് നമ്പർ 2, കേസ് നമ്പർ 3 പറഞ്ഞേ, എന്താണ് സംഭവിച്ചത്? എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് kept on increasing, right? kept on increasing. നോക്കിക്കേ, ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം, ഇവിടെ 2 വോൾട്ട് ആണെന്ന് വിചാരിക്കാം, ഇവിടെ 3 വോൾട്ട് ആണെന്ന് വിചാരിക്കാം, റൈറ്റ്? സോ ഓരോ കേസിലും you can clearly see that the energy of the electrons kept on increasing, right? അതാണ് ഞാൻ ഈ സ്ലോപ്പിലൂടെ ഉദ്ദേശിച്ചത്, റൈറ്റ്? സോ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എനർജി ഇതാണ്, ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എനർജി ഇതാണ്. സോ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഈ കേസിൽ വരുമ്പോഴത്തേക്കിന് നോക്കിക്കേ, ഈ കേസിൽ വരുമ്പോഴത്തേക്കിന് ദിസ് ഈസ് എ എനർജി ഡിഫറൻസ്, റൈറ്റ്? എനർജി ഡിഫറൻസ് കൂടി. ഈ കേസിൽ വരുമ്പോഴത്തേക്കിന് നോക്കിക്കേ, എനർജി ഡിഫറൻസ് വീണ്ടും കൂടി. എന്തുകൊണ്ടാണ് എനർജി ഡിഫറൻസ് കൂടിയത്? നോക്കിക്കേ, ബാറ്ററിയുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുന്നതനുസരിച്ച് നോക്കിക്കേ, the energy of the electrons at this end kept on increasing, right? So ഇവിടെ നോക്കിക്കേ, can you relate this with the water example? ആ jar example നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, ഈ എനർജി ഡിഫറൻസ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എനർജി ഡിഫറൻസ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പറഞ്ഞേ, എനർജി ഡിഫറൻസ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ എനർജി ഡിഫറൻസ് ആരാണ്? ബാറ്ററിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. So battery produces energy difference. Okay, battery produces energy difference, right? So this is the first important point. Okay, all these conductors, okay, ee conductors le namakkariyam, these conductors are full of electrons, right? So obviously okay, electrons will start to flow. Okay, electrons will start to flow. Okay, ivideyum electrons will start to flow. Okay, ivideyum electrons, okay, ivideyum electrons will start to flow. Okay, say for example ഞാൻ ഇപ്പോൾ ഈ കേസിൽ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? നോക്കിക്കേ, ക്രോസ് സെക്ഷണൽ ഏരിയ സപ്പോസ് ദിസ് ഈസ് എ സോളിഡ് വയർ. ഇത് സോളിഡ് വയർ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തു. സോ നോക്കിക്കേ, ഇപ്പോൾ ഇത് 2 പീസായി. ഓക്കെ, ഇത് 2 പീസായി, റൈറ്റ്? സോ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കിനുള്ള ഇതാണ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇതാണ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഒരു സോളിഡ് വയർ ഉണ്ടായിരുന്നു, ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തു. സോ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കിനുള്ള നോക്കിക്കേ, ഇതിനെയാണ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് വയർ എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇതാണ് നമ്മുടെ സോളിഡ് വയർ. ഓക്കെ, സോളിഡ് വയർ, അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ അസ്യൂം ദാറ്റ് നോക്കിക്കേ, എനർജി ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി എന്തായിരിക്കും? ഇലക്ട്രോൺസ് വിൽ flow, right? There will be flow of electrons. Okay, there will be flow of electrons, right? So ഈ കേസിൽ assume that the number of electrons crossing the cross sectional area say 100 എണ്ണം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്തായിരിക്കും? കൂടുകയോ കുറയോ? സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈ കേസിൽ വരുമ്പോഴത്തേക്കിന് എന്താവും? ഇവിടെയും ക്രോസ് സെക്ഷണൽ ഏരിയ കൺസിഡർ ചെയ്യുവാണ്. സോ എന്താണ് സംഭവിക്കുന്നത്? പറഞ്ഞേ, ഈ കേസിൽ what happens to n is nothing but number of electrons crossing cross sectional area. എന്തായിരിക്കും? എന്നിൻ്റെ വാല്യൂ ഇവിടെ കൂടുകയോ കുറയുമോ? നോക്കിക്കേ, ഇവിടെ കൂടുതൽ ഫോഴ്സ് ആകുമ്പോഴത്തേക്കിന് n കൂടും. സേ n 1000 ആയി, റൈറ്റ്? സോ ഇവിടെ വരുമ്പോഴത്തേക്കിന് n എന്താവും? ഇപ്പം എന്താവും? ഇവിടെ എനർജി ഡിഫറൻസ് ഭയങ്കരമാണ്. സോ മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ. സോ ഇവിടെ വരുമ്പോഴത്തേക്കിന് സേ ഇത് 10,000 ആയെന്ന് വിചാരിക്കാം, right? So you can clearly see that the number of electrons crossing the cross sectional area keeps on increasing, right? So നോക്കിക്കേ, so obviously you can clearly see electrons flow ചെയ്യുന്നുണ്ട്. So obviously current, so flow of electrons constitutes current,
right? So constitutes current, right? Flow of electrons, electron flow ഞാൻ പറഞ്ഞു, right? Energy difference കാരണം electron flow കാണും, electron flow ഉള്ളത് കൊണ്ട് നോക്കിക്കേ there will be current, right? So now I am going to define a new quantity called current density. Current density എന്താണ്? Current crossing the cross sectional area. Current crossing the cross sectional area. Units of current density പറഞ്ഞേ, units of current density പറഞ്ഞേ, units of current density പറഞ്ഞേ, current density യുടെ units പറഞ്ഞേ, current density യുടെ units എന്ന് പറഞ്ഞേ. Units of current is amperes, right? And units of area is meter square, so therefore ampere per meter square ആണ്. ഓക്കെ, കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്സ് ആണ് ഞാൻ ചോദിച്ചത്. കറണ്ട് ഡെൻസിറ്റി ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? കറണ്ട് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. കറണ്ട് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. സോ therefore കറണ്ട് പെർ യൂണിറ്റ്സ് ഓക്കെ ആണ്. Current density is nothing but current per unit cross sectional area, right? So units of current density is ampere per meter square. Okay, ampere per meter square ആണ്. So ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നോക്കിക്കേ, ആസ് ഐ കീപ്പ് ഓൺ ഇൻക്രീസിങ് ദ ബാറ്ററി, ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇനി എഴുതാൻ പോകുന്ന ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ആസ് ഐ ഇൻക്രീസ് ദ ബാറ്ററി, നോക്കിക്കേ, ആസ് ഐ ഇൻക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാറ്ററി, അതായത് EMF ഇൻക്രീസ് ചെയ്യുവാണ്, റൈറ്റ്? EMF ഇൻക്രീസ് ചെയ്യുകയാണ്. സോ therefore എന്താണ് സംഭവിക്കുന്നത്? നോക്കിക്കേ, ഓരോ കേസും നമ്മൾ കണ്ടു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഇറ്റ് ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ? ഇറ്റ്. നോക്കിക്കേ, ആദ്യത്തെ കേസിൽ 100, പിന്നത്തേൽ 1000, പിന്നത്തേൽ 10000, റൈറ്റ്? സോ ഓബ്വിയസ്ലി n വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്? n വിൽ ഇൻക്രീസ്, റൈറ്റ്? സോ n ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കൂടുവാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു കറന്റ്? വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ്? What happens to the current? Current എന്താ സംഭവിക്കുന്നത്? Flow of electrons കൂടുവാണ്. What happens to the current? Obviously current increase ചെയ്യും. So current increase ചെയ്യുമ്പോൾ നോക്കിക്കേ, cross sectional area is constant. So current increase ചെയ്യുവാണ്. So current increase ചെയ്യുവാണ്. നോക്കിക്കേ, current increase ചെയ്യുവാണ്. So current increase ചെയ്യുമ്പോൾ what happens to current density? What happens to the current density? What happens to the current density? പറഞ്ഞേ. Current density also increases, right? Now can you find a linear relationship between the applied EMF and current density? Okay, from this I can conclude that the current density is directly proportional to the applied EMF, right? The current density is directly proportional to the applied EMF, and if you replace this proportionality with a proportionality constant, right? Proportionality constant endana? Sigma ആണ്, which is nothing but conductivity, which is nothing but conductivity, which is nothing but conductivity, and this is called നോക്കിക്കേ, this is called nothing but എന്താണ്? Ohm's law. Ohm's law നിങ്ങൾക്കൊരു ഓക്കെ, ഇത് കാണുമ്പോഴത്തേക്കും ഇതാണ് Ohm's law എന്ന് തോന്നും. നോക്കിക്കേ, this is Ohm's law in field theory, right? This is Ohm's law in field theory, right? J equal to sigma E, where J is current density, and നോക്കിക്കേ, ഞാൻ പറഞ്ഞു, when you apply the battery an axial electric field, so this is nothing but the electric field, this is nothing but the electric field intensity, electric field intensity, okay? This is nothing but electric field intensity, right? And sigma is nothing but conductivity. Conductivity is given by n q mu n, right? ഇപ്പോൾ മനസ്സിലായോ? നോക്കിക്കേ, conductivity depends on number of electrons per volume. Also conductivity depends on the mobility of the carriers, right? Mobility of the carriers. So this is nothing but the conductivity. Okay, this is nothing but the conductivity, and this is nothing but the Ohm's law in field theory. ഏത് ഫീൽഡ് തിയറി ആണ്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി പഠിക്കുമല്ലോ, റൈറ്റ്? സോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലെ ഓംസ് ലോ ഇതാണ്, J ഈക്വൽ ടു സിഗ്മ ഇ ആണ്, റൈറ്റ്? J ഈക്വൽ ടു സിഗ്മ ഇ ആണ്. സോ നോക്കാം, ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന EMF കൂടുന്ന അനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും. ഓക്കെ, കൂടിക്കൊണ്ടേയിരിക്കും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ കൂടുവാണ്,
right? So obviously current കൂടുമ്പോൾ എന്താണ് current density കൂടും. So therefore this is nothing but Ohm's law in field theory, right? Ohm's law in field theory. So listen, okay, ഞാൻ Ohm's law in field theory വരെ എത്തിച്ച് നിർത്തിയേക്കുവാണ്. ഒരു രണ്ട് സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ Ohm's law in network theoryയിലോട്ട് എത്തും, റൈറ്റ്? സോ ഇവിടെ നോക്കിക്കണം. സോ J ഈക്വൽ ടു സിഗ്മ ഇ ആണ്, റൈറ്റ്? സോ J എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ആണ്. സോ കറണ്ട് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, റൈറ്റ്? ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻടു നോക്കിക്കേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്സ് വോൾട്ട് പെർ മീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ദ മൂമെൻറ്റ് യു കണക്ട് ദ ബാറ്ററി the moment you connect battery എന്താണ് an axial electric field ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. an axial electric field will be developed along the length of the conductor. so നോക്കിക്കേ, so an axial electric field will be developed along the length, say the length of the conductor is L, right? so therefore നോക്കിക്കേ, so this is nothing but the electric field which is developed along the length of the conductor, right? so therefore നോക്കിക്കേ ഇൻ്റെ യൂണിറ്റ്സ് എന്താണ് വോൾട്ട് പെർ മീറ്റർ ആണ്. സോ therefore വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. okay, the length of the conductor. നോക്കിക്കേ, so this is a potential difference across this conductor, and therefore നോക്കിക്കേ, so this is nothing but the electric field intensity, right? ഇതിനകത്തിൽ നിന്ന് നോക്കിക്കേ V is equal to ഞാൻ ബാക്കിയുള്ള ടേംസിനെ റീഗ്രൂപ്പ് ചെയ്യുവാണ്. സോ ദെർഫോർ V ഇസ് ഈക്വൽ ടു നോക്കിക്കേ എല്ലിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടു, ഓക്കെ, എല്ലിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടു, സിഗ്മനെ ഞാൻ താഴോട്ടേക്ക് എടുത്തു. സോ സിഗ്മ എ, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് resistance. okay, this is nothing but resistance, and this is your Ohm's law in network theory. റൈറ്റ്? ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നാളത്തെ ക്ലാസ് ഞാൻ ഇതേ പോയിന്റിൽ നിന്ന് തുടങ്ങും. ഓക്കെ, ഇതേ പോയിന്റിൽ നിന്നായിരിക്കും ഞാൻ നാളത്തെ ക്ലാസ് തുടങ്ങുന്നത്. സോ അടുത്ത സെഷൻ നിങ്ങൾക്ക് മനു സാറിൻ്റെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. ഒരു 10 minutes ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്കിന് 10 to 15 minutes ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മനു സാറിൻ്റെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ക്ലാസ് തുടങ്ങും. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽ അങ്ങനത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്യണം, റൈറ്റ്? സോ വാട്സാപ്പിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ ഉള്ള നമ്പർ, ആ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വാട്സാപ്പിൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും കിട്ടും, റൈറ്റ്? നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ, അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഡെയിലി ക്ലാസ്സസിൻ്റെ PDF നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതുകൂടാണ്ട് നാളെ തൊട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് പ്രോബ്ലംസും ആ ഗ്രൂപ്പിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ എന്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, അടുത്ത സെഷൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. 10 to 15 minutes കഴിയുമ്പോഴത്തേക്കിന് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.